പലയിടത്തും പറ്റുന്നൊരു അപകടം ഞാൻ പറഞ്ഞുതരാം. അറ്റാച്ച്ഡ് തൊഴിലാളി 5 പേരെ വയ്ക്കും. ഈ 5 പേർ പല കാലഘട്ടങ്ങളിലായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. ഈ 5 പേരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ യഥാർത്ഥ കാർഡില്ലാത്ത വേറെ 5 പേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അവിടെ തർക്കം വരും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ കാണും, അവിടെ യഥാർത്ഥ തൊഴിലാളികൾ ഉണ്ടാകില്ല. അവിടെ കൊണ്ട് സാധനം ഇറക്കുമ്പോൾ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പൈസ വാങ്ങിയ ചരിത്രവും ഉണ്ട്. അതും ക്രിമിനൽ നടപടിക്ക് വിധേയമാണ്. കാരണം അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇതിൽ ആപ്ലിക്കബിൾ അല്ലാതെ വന്ന എന്താണെന്നറിയാമോ? ഈ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ഒരു മുതലാളി ഉണ്ടാകും, കുറേ തൊഴിലാളി ഉണ്ടാകും. ഇവിടെ തൊഴിലാളികളുണ്ട്, പല മുതലാളിയാണ്. ഈ ഓരോ സാധനങ്ങൾ സിമെൻറ്റിന് എത്ര രൂപ കൊടുക്കണം, കമ്പി 1 ടണ്ണിന് എത്ര കൊടുക്കണം, ഈ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഈ സർവത്ര സാധനങ്ങൾ കൃത്യമായി കൊടുക്കേണ്ട കൂലി ഇത് കാലാനുസൃതമായി ഇത് പരിഷ്കരിച്ച് കൊണ്ടുവരികയാണ്. ഇത് ഇവർ കോളേജ് കുട്ടികളെ പോലെ. കോളേജ് കുട്ടികൾ ഇൻഡിവിജ്വലി എല്ലാവരും നല്ലവരാണ്, പക്ഷെ ഇവർ കൂട്ടം ചേരുമ്പോൾ പ്രശ്നക്കാരാണ്. ഇപ്പോൾ എപ്പോഴും ഈ തൊഴിലെടുപ്പിക്കുന്നവൻ തനിച്ചാണ്. ഇവരൊരു ഗ്രൂപ്പാണ്. ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും പിന്നീട് അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിൽ കേരള ചുമട്ട് തൊഴിലാളി വെൽഫെയർ ബോർഡ് ചെയർമാനുമായി 5 വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷം വിരമിച്ച ശ്രീ ചന്ദ്രസേനൻ മിത്രമല, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖലയാണ് ഈ നോക്കുകൂലിയും അതുപോലെ ഹെഡ് വർക്കേഴ്സിനെയൊക്കെ സംബന്ധിച്ച വിഷയങ്ങൾ. അത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അഭിമുഖം പ്രയോജനപ്പെടും. സാർ നമസ്കാരം. നമസ്കാരം. അങ്ങ് 5 കൊല്ലം, അതായത് ആർക്കും 5 കൊല്ലം തുടർച്ചയായിട്ട് ഈ ഹെഡ് വെൽഫെയർ ബോർഡിൽ ഇരിക്കാൻ കഴിയുന്നതല്ല, ചെയർമാനായിട്ട് ഇരിക്കുക. ജില്ലയിൽ ഒരാളും ഇരുന്നിട്ടില്ല. അപ്പോൾ അങ്ങ് 5 കൊല്ലം ഇരുന്നു. അപ്പോൾ തൊഴിലാളികളുമായും തൊഴിലുടമകളുമായും ഒക്കെ ഒരു നല്ല ബന്ധം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ തീർച്ചയായിട്ടുള്ളത്. നമുക്ക് വരേണ്ടത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കേന്ദ്ര ധനമന്ത്രി തന്നെ നോക്കുകൂലിയെക്കുറിച്ച് പാർലമെൻറ്റിൽ പരാമർശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് തീർത്തും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് അങ്ങേക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഇത് യഥാർത്ഥത്തിൽ നോക്കുകൂലി എന്ന് പറയുന്നത് ജോലി ചെയ്യാതെ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ജോലി എന്ന് പറഞ്ഞ് ആളുകൾ പൈസ വാങ്ങുന്ന പൈസയാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ജോലി ചെയ്യാതെ പൈസ വാങ്ങുക എന്നുള്ളതാണ് നോക്കുകൂലിയുടെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് സാധനം കൊണ്ടുവന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഏതെങ്കിലും തൊഴിലാളികളെ ഒന്ന് കണ്ടിട്ട് ഇത് ഞങ്ങൾ ഇറക്കേണ്ടതല്ലേ, അപ്പോൾ നിങ്ങൾ ഇറക്കി വെച്ച് ആ പൈസ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് പൈസ വാങ്ങും. ഇത് നിയമരഹിതമാണ്. കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും കൃത്യമായും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നോക്കുകൂലി വാങ്ങുവാൻ പാടില്ല എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി ഇത് വാങ്ങാൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ നിയമപരമായി ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരാൾ വന്ന് കുറേ പൈസ എടുത്തുകൊണ്ട് പോയാൽ നിയമപരമായി തെറ്റാണ്. നമുക്ക് കേസ് കൊടുക്കുക. കേസ് കൊടുത്താൽ അതിൻ്റെ പേര് നടപടി വരും. അതായത് പിടിച്ചുപറിക്ക് തുല്യമാണത്. അത് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ കൃത്യമായും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കുകൂലി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയനുകളെല്ലാം. പക്ഷേ അത് എല്ലാ മെയ് ദിനത്തിലും, അതായത് എല്ലാ തൊഴിലാളി ദിനത്തിലും പതിവായി പറയുന്ന ഒരു പല്ലവിയായി മാറുകയല്ലേ? അല്ല, ശക്തമായ നടപടിയെടുത്ത സംഭവങ്ങളുമുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കഴക്കൂട്ടത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പണി നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഈ നോക്കുകൂലി വാങ്ങിച്ചത് ഇവിടെ നിന്ന് അന്ന് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സഖാവ് അടക്കം പോയി ഈ പൈസ തിരിച്ചു കൊടുക്കുകയും ഈ നോക്കുകൂലി വാങ്ങിയ ആളുകളുടെ പേര് നടപടിയെടുത്തവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വരുന്നതെല്ലാം മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ചുമട്ടുതൊഴിലാളി മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് തൊഴിലാളികളുള്ളൊരു മേഖലയാണ്. അതിൽ ഒരു 2-3 പേർ ചെയ്യുന്ന കാര്യം മതി എല്ലാ ആളുകളെയും ജനറലൈസ് ചെയ്യാൻ ഇത് ഉപകരിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ തന്നെ പാലക്കാട് കുളപ്പുള്ളി ഒരു സിമൻറ്റ് വ്യാപാരിയിൽ നിന്നും അദ്ദേഹം ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് പോലും അവിടെ കൊടിയിൽ കെട്ടി സമരം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? കോടതി ലക്ഷ്യം പച്ചയായ കോടതി ലക്ഷ്യമല്ല. അതായത് ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൊഴിൽ തർക്കങ്ങൾ പോലീസ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. തൊഴിൽ തർക്കങ്ങളിലൊന്നും പോലീസ് ഇടപെടാൻ പാടില്ല. പക്ഷേ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും പോലീസ് ഇടപെടുന്നു. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒരാളെങ്കിൽ അവിടെ ഒരു ക്രമസമാധാനത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണല്ലോ. കറക്റ്റ്. അതായത് അതുകൊണ്ടാണ് ഇത് ബോധവൽക്കരണത്തിൻ്റെ കുറവാണിത്. കാരണം എന്താണ് തൊഴിൽ തർക്കമെന്നും ഈ തൊഴിൽ തർക്കം എവിടെ ക്രിമിനലായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത കൃത്യമായി നമുക്കുണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ ഒരു ലോറിയിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഇതിൻ്റെ കയറ്റിറക്ക് സംബന്ധിച്ച തർക്കമാണ് തൊഴിൽ തർക്കം. അപ്പോൾ ഞങ്ങൾ ഇറക്കുന്നില്ല, ഈ സാധനം തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ
ഏതെങ്കിലും തൊഴിലാളികളോ ആരെങ്കിലുമോ ഈ ലോറി തടഞ്ഞു നിർത്തിയാൽ അത് തൊഴിൽ തർക്കമല്ല, അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ വണ്ടിക്ക് മറ്റേ ലൈസൻസും വണ്ടി ഓടിക്കുന്ന ആളിന് ലൈസൻസും മറ്റേതിന് പെർമിറ്റും ഒക്കെ ഉള്ളൊരു വണ്ടി തടഞ്ഞു നിർത്താനുള്ള അവകാശം ആർക്കുമില്ല. അപ്പോൾ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ തൊഴിൽ നിയമം മാറി ക്രിമിനൽ നിയമമായി മാറുകയാണ്. അത് ക്രിമിനൽ കുറ്റമാണ്, യാതൊരു തർക്കമില്ല. പക്ഷേ അത് കേസുകളിൽ എങ്ങനെ നടപടി എടുക്കുന്നുണ്ട്? നടപടി കൃത്യമായിട്ടും, അതായത് ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ ഈ ഒരു സാധനം കൊണ്ടുപോകുന്നു, ഇതിനെ ഒരു കംപ്ലൈൻറ്റ് ചെയ്യുവാൻ ഒരാളില്ലെങ്കിൽ ഒരു കേസിന് നടപടി വരും. അല്ല, കംപ്ലൈൻറ്റ് ചെയ്യാൻ മടിക്കുന്നത് ഈ തൊഴിലാളികളോടുള്ള ഒരു ഭയം കൊണ്ടല്ലേ? ഇല്ല, അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. കംപ്ലൈൻറ്റ് ചെയ്ത് അവർക്ക് നീതി ലഭിച്ച ചരിത്രം നിരവധി നമ്മുടെ ഈ തൊഴിലാളി മേഖലയിലുണ്ട്, പരാതി കൊടുത്തവർക്കൊക്കെ. പക്ഷെ പല ആളുകളും കൊടുക്കാൻ മടിച്ചിട്ട് ഇതിങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് പല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ലൊരു ശതമാനം തൊഴിലാളികളുടെ പേരിൽ തൊഴിലാളികളല്ലാത്തവരും ഈ പൈസ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ കാണും, അവിടെ യഥാർത്ഥത്തിൽ തൊഴിലാളികൾ ഉണ്ടാകില്ല. അവിടെ കൊണ്ട് സാധനം ഇറക്കുമ്പോൾ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പൈസ വാങ്ങിയ ചരിത്രവും ഉണ്ട്. അതും ക്രിമിനൽ നടപടിക്ക് വിധേയമാണ്. കാരണം ചുമട്ട് തൊഴിലാളി എന്ന് പറയുന്നത് അംഗീകൃത കാർഡുള്ള തൊഴിലാളിക്ക് ചുമട്ടെടുക്കാൻ അവകാശമുള്ളൂ കേരളത്തിൽ. അപ്പോൾ ഒരു തൊഴിലാളി എന്ന് പറയുമ്പോൾ അയാൾക്ക് രണ്ട് രീതിയിലുള്ള കാർഡുകൾ വേണം. അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ കൊടുക്കുന്ന 26A എന്ന് പറയുന്ന ഒരു കാർഡാണ് ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള ആദ്യത്തെ കാർഡ്. അവിടെ പദ്ധതി നടപ്പിലാക്കിയത് ക്ഷേമ ബോർഡ് പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്ഷേമ ബോർഡിൻ്റെ തൊഴിലാളിയാണ് ഇയാൾ. അയാൾക്ക് 6A എന്നുള്ളൊരു വെള്ള കാർഡുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ കാർഡ് ഒരു വെള്ള കാർഡ് ഇവനുണ്ടാകണം. അത് മാത്രമല്ല, ആവശ്യപ്പെട്ടാൽ അത് കാണിക്കുകയും വേണം. തൊഴിലുടമ ആവശ്യപ്പെട്ടാൽ അത് കാണിക്കണം. പിന്നെ ബോർഡിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിലാളികളുമായി ഒരു തർക്കത്തിന് പോകേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഈ എന്താണോ സാധനം ഇറക്കേണ്ടത്, എന്നാണോ ആ സാധനം വരുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ഈ ക്ഷേമ ബോർഡിൻ്റെ ഓഫീസുകൾ തിരുവനന്തപുരത്ത് തന്നെ 7 ഓഫീസുകളുണ്ട്. ജില്ലയിൽ പലർക്കും അറിയില്ല വ്യക്തമായി. തിരുവനന്തപുരം ജില്ലയിൽ 7 സ്ഥലങ്ങളിൽ ഓഫീസുണ്ട്. തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ജില്ലാ ഓഫീസും ഉണ്ട്. അപ്പോൾ ഈ ഓഫീസിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് നിങ്ങൾക്ക് കൃത്യമായും ഇത്ര സാധനം ഇന്ന ദിവസം ഇറക്കണമെന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ ലിസ്റ്റും കൊടുത്താൽ അതിൻ്റെ ആ തുക ആ ഓഫീസിൽ അടയ്ക്കാം. നിങ്ങൾക്ക് ആ ഓഫീസിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചുമതല ക്ഷേമ ബോർഡ് ഓഫീസിലെ ചുമതലയാണ്. അവർ പറഞ്ഞ ആ ബന്ധപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് ഈ സാധനം വളരെ ഭംഗിയായിട്ട് ഇറക്കി തരും. ഇത് പലർക്കും അറിയില്ല. നമ്മളിതിന് മെനക്കെടില്ല. നമ്മൾ ഈ മെനക്കെടാതിരിക്കുകയും ഈ പ്രശ്നത്തെ തനിച്ചുണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി നിങ്ങളൊരു ലിസ്റ്റ് എഴുതി അവിടെ കൊണ്ട് കൊടുത്താൽ ഇത്ര രൂപ അടയ്ക്കാൻ പറയും. ആ സാധനം അടച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് അവർ തന്നെ നിർദ്ദേശം കൊടുക്കും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് തൊഴിലാളിയായിട്ട് നേരിട്ട് സാമ്പത്തിക ഇടപാട് നടത്തണ്ട. ഇതാണ് ക്ഷേമ ബോർഡിൻ്റെ ഉദ്ദേശവും. അത് തൊഴിലുടമ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യിപ്പിക്കുന്ന ആൾ നേരെ ഓഫീസിൽ നിന്ന് തൊഴിലാളി ഒരു ട്രയാങ്കിളാണ്. നിങ്ങൾ ഈ ബന്ധമില്ല. അതെ, ഡയറക്റ്റ് ബന്ധമില്ല. ഇല്ല. നമ്മൾ ഓഫീസിലേക്ക് കൊടുക്കുന്നു, ഓഫീസിൽ കൊടുക്കുന്നു, ഓഫീസുകാർ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇത് കൃത്യമായി നടക്കും. നടന്നില്ല എങ്കിൽ അത് നടക്കാത്തതിൻ്റെ പേരിൽ ഓഫീസിൻ്റെ പേരിൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് പലരും ഈ ഇത്തരം മെനക്കേടുകൾക്ക് മുതിരാത്തത് കൊണ്ടായിരിക്കാം ഇതുപോലുള്ള. അല്ല, അതൊരു മെനക്കേടെന്ന് പറയാൻ പറ്റില്ല. അതൊരു പ്രൊസീജിയറാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വസ്തുവിൻ്റെ കരം അടയ്ക്കണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോട്ടെ. ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾ വില്ലേജ് ഓഫീസിൽ പോകണം. അതെനിക്ക് വില്ലേജ് ഓഫീസ് വരെ പോകാൻ പറ്റില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് പോകണം. അത് നിയമപരമായി നമ്മൾ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. യാതൊരു തർക്കമല്ല. അത് ചെയ്യാതിരുന്നിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത് യഥാർത്ഥ തൊഴിലാളിയാണോ ഇറക്കണം എന്നറിയാൻ പറ്റില്ല. ഇനി യഥാർത്ഥ തൊഴിലാളി അമിതമായ കൂലി ചോദിച്ചോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ രേഖകൾ വേണം. ഇനി നിങ്ങൾ നേരിട്ട് ചെയ്താൽ പോലും ഒരു വർക്ക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ. കാരണം അത് ഞാൻ പറയാൻ കാര്യം, നിങ്ങളുടെ ഈ ജോലി ഇപ്പോൾ മാർബിളാണ് ഇറക്കണമെന്ന് വെച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ മാർബിൾ വരുന്നു. മാർബിൾ ഇറക്കാൻ നിങ്ങൾ തൊഴിലാളികളെ ചുമതലപ്പെടുത്തുന്നു. ഈ മാർബിൾ അപകടകരമായ ഒരു ജോലിയാണ്. അബദ്ധവശാലും ഒന്ന് പിടിച്ച് എല്ലാം കൂടെ സെറ്റോടെ മറിഞ്ഞു വന്ന് അങ്ങനെ അപകടം ഈ അടുത്ത കാലത്ത് തന്നെ വട്ടപ്പാറയിൽ ഒരാൾ മരിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഈ മരിച്ച ആളിൻ്റെ നഷ്ടപരിഹാരം ആര് കൊടുക്കും? തൊഴിലുടമയ്ക്ക് കൊടുക്കാൻ നിർവാഹം കാണില്ല പലപ്പോഴും. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് ഏറ്റെടുക്കും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ ചുമട്ട് തൊഴിലാളികൾ പോലും ഇത്തരം ആനുകൂല്യങ്ങളിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ അജ്ഞരാണെന്നാണോ? തീർച്ചയായിട്ടും അതായത് തൊഴിലാളികളെ പരമാവധി ഇത് പറയുന്ന ക്ലാസ്സുകൾ ക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്ര പേർ പോയി പങ്കെടുത്തതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്ന് ചോദിച്ചാൽ അത് അല്ല എന്നുള്ളതാണ് ഈ ക്ലെയിം ചെയ്യുന്ന തുകയുടെ കുറവ് സൂചിപ്പിക്കുന്നത്. കാരണം
നമ്മൾ നിയമപരമായി ഒരു തുക നമുക്ക് ലഭ്യമാകണമെങ്കിൽ അതിന് എവിഡൻസാണ് വേണ്ടത്. ഇത് വർക്ക്മാൻസ് കോമ്പൻസേഷൻ കോടതിയാണ് ശരിക്കും. അവിടെ ചെല്ലുമ്പോൾ കോടതിയിൽ എന്താ വേണ്ടത്? മാനുഷികതയല്ല അവിടെ തെളിവുകളാണ് വേണ്ടത്. ഈ ജോലി ക്ഷേമ ബോർഡ് ഏറ്റെടുത്ത പണിയാണെന്നും ആ ബോർഡിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അപകടം പറ്റിയെന്നും ഇയാൾക്ക് ഇനി ജോലി ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഇയാൾ അവശനായി വീണുവെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കോമ്പൻസേഷൻ വിധിക്കുന്നത്. ഇത് വിധിക്കുമ്പോൾ എത്ര രൂപയാണോ പറയുന്നത് ആ തുക മുഴുവൻ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസിൽ പോയി പൈസ അടച്ചാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലാളിയിൽ നിന്ന് വർക്ക് ഓർഡർ കൊടുത്ത് കൃത്യമായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പരിപൂർണ ഉത്തരവാദിത്വവും ബോർഡ് ഏറ്റെടുക്കും. കാരണം ബോർഡ് നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ സാധനം യഥാസമയത്തും കൃത്യമായും കേടുപാടുകളില്ലാതെയും ഇറക്കിത്തരും എന്ന് സർക്കാരിന് വേണ്ടി ബോർഡ് പറയുകയാണ്. അപ്പോൾ ഇതിൽ യഥാസമയം ചെയ്തില്ലെങ്കിൽ, കൃത്യമായി ചെയ്തില്ലെങ്കിൽ, കേടുപാട് വന്നാൽ ഇതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ബോർഡിനുള്ളതാണ്. ഇത് ബോർഡ് ചെയ്യും. അപ്പോൾ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന് അതിൻ്റേതായ ഉദ്യോഗസ്ഥനല്ല, അത് ബോർഡ് ചെയ്യും. അത് ചെയ്യുന്നതാണ് ദിവസം വരെ അവിടെ വെച്ചിരിക്കുന്നത് കൃത്യമായി ചെയ്യണം. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ കൂലിക്ക് പുറമെ 27% എക്സ്ട്രാ പൈസ കൂടി വാങ്ങിച്ചുകൊണ്ടാണ് ബോർഡ് ജോലി ചെയ്യിപ്പിക്കുന്നത്. 27%. ഈ 27% 25 അധികം 2 എന്നാണ് പറയുന്നത്. ഈ അധികം 2 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വർക്ക്മാൻസ് കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുവരെ ഈ അടുത്ത കാലം വരെ അതില്ലായിരുന്നു. 20% അപകടം പറ്റുന്ന തൊഴിലാളിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനാണ്. അപ്പോൾ ഈ തൊഴിലാളി തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്മേൽ എന്തെങ്കിലും അപകടം പിടഞ്ഞ് ഇയാൾ മരണപ്പെടുകയോ പിന്നെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരികയോ ചെയ്താൽ വർക്ക്മാൻസ് കോമ്പൻസേഷൻ കോടതി എത്ര രൂപ പറയുന്നുവോ ആ രൂപ ബോർഡ് കൃത്യമായി അവർക്ക് കൊടുക്കും. കോടിക്കണക്കിന് രൂപ അത് ബോർഡിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് എവിടെ ആവശ്യപ്പെടുന്നോ അവർ കൃത്യമായിട്ട് കൊടുക്കും. പക്ഷേ ആ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും ആ അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. അതായത് ഈ പലരും നഷ്ടപരിഹാരത്തിനായി ബോർഡിനെ സമീപിക്കുന്നില്ല. രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അപകടം പറ്റാത്തത് കൊണ്ടാകാം. പിന്നെ പറ്റിയാലും ബോർഡിൻ്റെ ജോലിയാണ് എന്ന് കൃത്യമായി രേഖാമൂലം ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ നേരെ ബോർഡിൽ പോയി പറഞ്ഞു, ബോർഡിൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തരും പൈസ അടച്ചതിന്. അപ്പോൾ ആ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ബോർഡിൻ്റെ ജോലിയാണ്. അത് കൃത്യമായി ബോർഡിൻ്റെ ജോലിയായി തന്നെ മാറും. അവിടുത്തെ കോമ്പൻസേഷൻ അടക്കം ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനായി വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിൻ്റെ നിർമ്മാണ സാമഗ്രികൾ കയറ്റിറക്കം നടത്താനുള്ള അവകാശം ആ വ്യക്തിക്കോ ആ വ്യക്തി നിയോഗിക്കുന്ന ആൾക്കോ തൊഴിലാളിക്കോ ഉള്ളതായി ആണ്. എന്താണ് അതേക്കുറിച്ചൊന്ന് വിശദമാണ്? അതായത് ചുമട്ട് തൊഴിലാളി നിയമം നടപ്പിലായി. ഇപ്പോൾ 78 ചുമട്ട് തൊഴിലാളി ആക്റ്റാണ് ഇത് വരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇതില്ല. ഇവിടെ വല്ല ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റാണ്, ID ആക്റ്റാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇതിൽ ആപ്ലിക്കബിൾ അല്ലാതെ വന്ന് എന്താണെന്നറിയാമോ? ഈ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ഒരു മുതലാളി ഉണ്ടാകും, കുറേ തൊഴിലാളി ഉണ്ടാകും. ഇവിടെ തൊഴിലാളികളുണ്ട്, പല മുതലാളിയാണ്. കാരണം ഇവൻ ഒരാളിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, അല്ലേ? പല ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എല്ലാ കാര്യത്തിനും കുറച്ച് മുമ്പിലാണല്ലോ കേരളം. അങ്ങനെ വന്നപ്പോൾ ഈ കേസുകൾ സെറ്റിൽ ചെയ്യാൻ കഴിയാത്ത വന്നപ്പോഴാണ് ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ഒരു നിയമം ഉണ്ടാക്കി. കാരണം ഇവൻ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അവൻ ആരുടെയും ഒരു അൺഅറ്റാച്ച്ഡാണ്, മറ്റവർക്ക് അറ്റാച്ച്ഡാണ്. ഇത് അൺഅറ്റാച്ച്ഡായിട്ടിരിക്കുന്ന ഈ തൊഴിലാളിയെ സംബന്ധിച്ച് ഇവൻ്റെ ഉത്തരവാദിത്വം ബോർഡ് ഏറ്റെടുക്കുന്നു. അവൻ്റെ ഓണർ എന്ന് പറയുന്നത് ക്ഷേമ ബോർഡാണ്. ക്ഷേമ ബോർഡിൻ്റെ തൊഴിലാളിയാണ് ഇവരെല്ലാം. അപ്പോൾ ഈ ബോർഡിൻ്റെ തൊഴിലാളിയെ കൊണ്ടാണ് നമ്മൾ ഈ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, അയാളുടെ ബോണസ്, ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലെ തൊഴിലാളിയുടെ വർഷാവർഷമുള്ള ബോണസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 25 അധികം 2 എന്നാണ് വാങ്ങണമെന്ന്. ഈ 25% ലെവിയിൽ 10.33% ബോണസ് കൊടുക്കാനാണ്. ഈ ഒരു പൈസയും ബോർഡ് എടുക്കുന്നില്ല. ആകെ ബോർഡിൻ്റെ നടത്തിപ്പിന് വേണ്ടി 4.5% ഓഫീസിൻ്റെ നടത്തിപ്പിന് എടുക്കുന്നത് ഒഴിച്ചാൽ അതും ആരുടെ പൈസയാണ്? തൊഴിലാളിയുടെ പൈസയല്ല, തൊഴിലുടമയുടെ പൈസയാണ്. തൊഴിലുടമ ഇപ്പോൾ 100 രൂപയുടെ ഒരു ജോലി ചെയ്താൽ 127 രൂപ കൊടുക്കും. 25 രൂപ ഇവൻ്റെ ബോണസിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്, ഇയാളുടെ TBPF കൊടുക്കാനുള്ളതാണ്, ഇയാളുടെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്. ഈ തൊഴിലാളിക്ക് ആനുകൂല്യങ്ങളുണ്ട്. ബാക്കി ഈ 100 രൂപയും കൂലിയായിട്ട് തൊഴിലാളിക്ക് കൊടുക്കും. ഈ 100 രൂപ കൂലി അടയ്ക്കുന്ന 100 രൂപയും ആ മാസം അവസാനം ഇവരുടെ ഈ സർക്കാർ ജീവനക്കാർക്കൊക്കെ ഈ അടുത്ത കാലത്താണ് ബാങ്ക് വഴി ശമ്പളം വന്നത്. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് നടപ്പിലാക്കി 83 മുതൽ അവർക്ക് ബാങ്ക് വഴിയാണ് ശമ്പളം. കൃത്യമായി ബാങ്കിലേക്ക് അക്കൗണ്ടിൽ പൈസ. അപ്പോൾ ഈ തൊഴിലുടമ യഥാസമയത്ത് നമ്മുടെ ബോർഡിൽ പൈസ കൊണ്ട് അടച്ചില്ലെങ്കിൽ പോലും ഈ ശമ്പളം കൊടുക്കും. അതായത് ഒരു വർക്ക് ഓർഡർ
ഓഫീസിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് ഓർഡർ പ്രകാരമുള്ള തുക ശമ്പളമായി തൊഴിലാളിക്ക് കൊടുക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്, കൊടുക്കും. പക്ഷേ ആ തൊഴിലുടമ ആ പൈസ അടച്ചിട്ടില്ലെങ്കിൽ 25% ഡാമേജ് അടക്കം ഈടാക്കാൻ റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ച് ഈടാക്കാനുള്ള നിയമം ഈ വ്യവസ്ഥയിലുണ്ട്. അല്ല, അപ്പോൾ അതാണ് ഈ തൊഴിലുടമ ഒരു വീട് നിർമ്മിക്കുന്ന ആളിന് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? വീടിൻ്റെ കാര്യത്തിൽ ഒരാൾ സ്വന്തം താമസത്തിന് വയ്ക്കുന്ന വീടാണെങ്കിൽ അവിടെ ചുമട്ടുതൊഴിലാളി നിയമം ബാധകമല്ല. ചുമട്ടുതൊഴിലാളി നിയമം 83 നടപ്പിലാക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് തുടങ്ങുന്നത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടെന്നാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ചുമട്ടുതൊഴിലാളി നിയമം ബാധകമല്ല. ഇപ്പോൾ നമ്മൾ BSSCയിലെ വിഷയമൊക്കെ വന്നപ്പോൾ BSSC കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത്രയും ഒരു വിഷയം? അവിടെ ഉണ്ടായ ഒരു കാര്യം 2 പ്രശ്നങ്ങളാണ് കേട്ടോ. ഒന്ന്, ഈ BSSCയിലേക്ക് വന്ന സാധനം ചുമട്ടുതൊഴിലാളി നിയമം അനുസരിച്ച് തൊഴിലാളിക്ക് ഇറക്കാൻ പറ്റുന്നതല്ല, ഒരിക്കലും ഒരു മനുഷ്യന് പറ്റുന്നതല്ല. അത് മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ച് ഇറക്കേണ്ട സാധനം. മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലും തൊഴിലാളി യൂണിയനുകളോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളോ ഇടപെടരുതെന്ന് കോടതി വിധി വരെ ഉണ്ട്. പിന്നെ ചുമട്ടുതൊഴിലാളി നിയമം അനുസരിച്ച് നിയമം പാസ്സാക്കുമ്പോൾ ഒരു ചുമട്ടുതൊഴിലാളി എടുക്കേണ്ട പരമാവധി വെയിറ്റ് 50 കിലോയാണ്. അതിനപ്പുറത്ത് ഒരു സാധനത്തിന് അവകാശമില്ല. ബാക്കിയൊക്കെ മെക്കാനിക്കൽ ഡിവൈസാണ്. ഇപ്പോൾ അത് 45 കിലോ ആക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. നമ്മുടെ കടകളിൽ വരുന്ന എല്ലാ സാധനവും 50 കിലോയാണ്. അതേസമയത്ത് പഞ്ചസാര വരുമ്പോൾ 100 കിലോയാണ്, അരി വരുമ്പോൾ 90 കിലോയാണ്. അപ്പോൾ ഇത് എടുക്കണ്ടേ എന്ന് വെച്ചാൽ എടുക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട്. പക്ഷേ നിയമപ്രകാരം ഇത് ഞാൻ പറഞ്ഞല്ലോ, വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ടിൽ 100 കിലോ പഞ്ചസാര എടുത്ത് വിടണമെന്ന് പറഞ്ഞാൽ പൈസ കിട്ടൂല. കാര്യം എന്താണ്? അത് വിരുദ്ധമാണ്. അപ്പം നിയമം പാലിച്ചാലേ ഈ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോക്കണം. നിയമം പാലിക്കാതെ അത് വേറൊരു വലിയ വിഷയമാണ്. കാരണം ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ ഇതിനനുസരിച്ച് വേണം ഇറക്കാൻ, അല്ലെങ്കിൽ ആ സാധനം വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുന്നത്. കാരണം ഒരാളിൻ്റെ ഈ കഴുത്തിൻ്റെ ബലം എന്ന് പറയുന്നത് തലയെ ഉയർത്തി നിർത്താൻ വേണ്ടിയാണ്. അവിടെ അതിൻ്റെ പുറത്ത് 100 കിലോ കൂടെ എടുത്തു വെച്ചിട്ട് പോകാനല്ല മനുഷ്യൻ്റെ ശരീരം സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് ജീവിക്കാനുള്ള ബുദ്ധപ്പാട് കൊണ്ട് ആൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമപരമായി നമ്മൾ ഈ പറയുന്ന വെയിറ്റിനപ്പുറത്ത് നമുക്ക് പാടില്ല. മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചത് പാടില്ല. മറ്റേ സ്വന്തമായി താമസിക്കാൻ വീട് വയ്ക്കുന്ന അവിടെയുള്ള ഏത് ജോലിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷേ അവിടെ പലപ്പോഴും ഇത്തരം തർക്കങ്ങൾ നടക്കാറുണ്ട്. ആ തർക്കങ്ങൾ നടക്കുമ്പോൾ ചെയ്യേണ്ടത്, ക്ഷേമ ബോർഡ് പദ്ധതിയുള്ള സ്ഥലത്താണെങ്കിൽ ബോർഡ് ഓഫീസിൽ പരാതിപ്പെട്ടാൽ അവർ അതിനുള്ള നിർദ്ദേശം കൊടുക്കും, അവരെ ഒഴിവാക്കി നിർത്തും. ഇനി ബോർഡ് ഇല്ല എങ്കിൽ അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർമാരുണ്ട് ഓരോ പരിധിയിൽ. ആ അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ ഒരു കത്ത് തരും. ഇവിടെ ചുമട്ടുതൊഴിലാളികൾ ഈ ജോലിക്ക് തടസ്സപ്പെടുത്തുവാനോ ഇത് അവകാശപ്പെടുവാനോ പാടില്ല എന്ന് പറഞ്ഞ് അവർ കത്ത് തരും. ആ കത്ത് വാങ്ങിച്ച് നമുക്ക് സുഖമായി ജോലി ചെയ്യാം. അതായത് നമ്മൾ വീട് നിർമ്മാണം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അതിന് മുമ്പ് തന്നെ ഈ ഇത് വാങ്ങിച്ചാൽ മതി, പൂർത്തിയാക്കാം. ഇനി അതല്ല, ചുമട്ടുതൊഴിലാളിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്ന് നമുക്കൊരു താല്പര്യം, അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ സ്പിരിറ്റുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കൂലി ഓരോന്നിനും എത്ര എന്നുള്ളത് വ്യക്തമായി ജില്ലയ്ക്ക് മുഴുവൻ നിർദ്ദേശിച്ച ഒരു കൂലി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ചൊരു ബുക്കിൽ കൃത്യമായി അച്ചടിച്ചിട്ടുണ്ട്. ഈ ബുക്കിനകത്ത് എല്ലാ ക്ഷേമ ബോർഡ് ഓഫീസിലും നിങ്ങൾക്ക് എന്ന ഈ ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഓരോ സാധനങ്ങൾ ഇറക്കുന്നതിനും കൊടുക്കേണ്ട റേറ്റ് എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നോക്കൂ, ഈ ഓരോ സാധനങ്ങൾ, സിമെൻറ്റിന് എത്ര രൂപ കൊടുക്കണം, കമ്പി 1 ടണ്ണിന് എത്ര കൊടുക്കണം, ഈ ഓരോരോ സാധനങ്ങൾ, ഇങ്ങനെ ഈ സർവത്ര സാധനങ്ങൾ കൃത്യമായി കൊടുക്കേണ്ട കൂലി ഇത് കാലാനുസൃതമായി ഇത് പരിഷ്കരിച്ച് കൊണ്ടുവരികയാണ്. ഇത് ആദ്യം ഇറക്കിയ ബുക്കാണ്. ഇത് ഓരോ 2 വർഷം കൂടുമ്പോഴും ഇതിങ്ങനെ അതിൻ്റെ റിവൈസ്ഡ് റേറ്റ് ഉണ്ടാക്കി അത് കൃത്യമായി ചെയ്തു പോകുന്നു. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഈ ലേബർ ഓഫീസർമാരെയൊക്കെ കണ്ട് ഇതേപോലെ അപേക്ഷ കൊടുത്ത സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു കയ്യൂക്കിൻ്റെ ബലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി വഴങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പറയട്ടെ. അപ്പോൾ പല സ്ഥലങ്ങളിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ കുറ്റത്തിന് കൂട്ടു നിൽക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകില്ല. സംഘടിതമായി ഇപ്പോൾ ഉദാഹരണത്തിന് അത് ചെയ്താൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഈ പോത്തൻകോട് സ്ഥലത്തൊരു വീട് വെച്ചെടുത്ത് ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ആദ്യം അവിടെ ചെന്നിട്ട് ഇറക്കി വെച്ച സാധനത്തിന് പൈസ ചോദിക്കും. അപ്പോൾ അയാൾ പറഞ്ഞില്ല, നിങ്ങൾ ചെയ്യാത്തതിന് പൈസ തരില്ല എന്ന് പറയുന്നു. അപ്പോൾ 2 പേരാണ് പോയത്. അവർ കുറച്ച് തെറിയെല്ലാം പറഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് ഒരു 8-10 പേരുമായിട്ട് വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഈ വീട്ടുകാരനെ തല്ലുകയും ചെയ്തു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ
ഇദ്ദേഹം ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ സംഭവിക്കുന്ന കാര്യം 3-4 തരത്തിലുള്ള കേസുകളിലാണ് ഇവർ പെടുന്നത്. അല്ല, പക്ഷേ അവിടെ രാഷ്ട്രീയ ഇടപെടലുണ്ടാവും. അത് രാഷ്ട്രീയ ഇടപെടലല്ലോ, ഇത് കോടതിയിൽ കേസ് കൊടുക്കാമല്ലോ നിങ്ങൾക്ക്. അവിടെ രാഷ്ട്രീയം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ചെയ്ത സംഭവിക്കുന്നത് ഒരു നിയമം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യുമ്പോൾ ആദ്യം ഒരാൾ വന്ന് തെറി വിളിക്കുന്നു, യൂസിങ് അബ്യൂസ്ഡ് വേർഡ്സ് എന്ന് പറയുന്ന ഇത് വരുന്നു. അത് കഴിഞ്ഞവരവിടെ പോകുന്നു. പോയതിന് ശേഷം 10 പേരുമായി വരുന്നു. അവിടെ എന്താണ് കോൺസ്പിറസി വന്നു, അതായത് ഗൂഢാലോചന വന്നു. അപ്പോൾ 10 പേരുമായിട്ട് വന്നു. രണ്ടാമത് വന്നത് ഈ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അതിക്രമിച്ച് കടക്കൽ, പിന്നെ ആക്രമിക്കൽ, അതും ആയുധം കൊണ്ട്, വടി കൊണ്ടാണ് അടിച്ച്. അപ്പോൾ ആയുധം കൊണ്ട് ആക്രമിക്കുകയോ കൈകാലുകൾ തല്ലി ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ 7 വർഷം തടവാണ്. ക്രിമിനൽ കോൺസ്പിറസിക്ക് 3 വർഷം തടവാണ്. അനധികൃതമായി കൂട്ടം ചേരൽ എന്ന് പറയുന്നതിന് തന്നെ നടപടി. ഇതെല്ലാം കൃത്യമായി ലിസ്റ്റ് ചെയ്ത് കേസെടുത്താൽ ഈ തൊഴിലാളി ജയിലിൽ പോകും. പക്ഷേ അവിടെ ഒരു നിർഭാഗ്യവശാൽ അവിടെ സംഭവിക്കുന്നത്, തൊഴിലാളി ഈ പറയുന്ന ചുമട്ട് യൂണിയനുകളെല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ അവരുടെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും നിലനിൽപ്പ് തന്നെ ഇത്തരം തൊഴിലാളികളെ താങ്ങിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും പോലീസിന് മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇല്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊരു പരാതി കൊടുത്താൽ അതിനൊരു FIR ഉണ്ടാകും. ഈ FIR പിന്നെ തീരുമാനിക്കുന്നത് റെഫർ ചെയ്യണമോ ചാർജ് ചെയ്യണമോ എന്നുള്ളതാണ്. ചാർജ് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന കേസുകൾ ചാർജ് ചെയ്യാതിരിക്കാനുള്ള യാതൊരു നിയമവും ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും ഇല്ല. അത് കേസായി തന്നെ പോകും. പക്ഷേ കേസിൻ്റെ പല ഘട്ടങ്ങളിലും ഈ കേസിൽ നിന്ന് പിൻവലിയാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് മെനക്കെടാൻ വയ്യ. അതാണ് എപ്പോഴും ഒരു പ്രശ്നം, മെനക്കെടാൻ വയ്യ എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. ഈ മെനക്കെടണം. ചില നിയമലംഘനങ്ങളിൽ ഉത്തരവാദിത്വമുള്ള പൗരൻ എന്നുള്ള നില ഇപ്പം തന്നെ നമ്മൾ അറിയാലോ, മയക്കുമരുന്നിൻ്റെ വ്യാപനം നടക്കുന്നു. മയക്കുമരുന്നിൻ്റെ വ്യാപനം എന്താ കാണുന്നത് നമ്മൾ പറയാത്തെന്താ? പലരും ഭയന്നാണ് പറയാത്തത്. പക്ഷെ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഉണ്ടാകാമായിരുന്ന ഇതിൻ്റെ ഒരു കുറവ് തന്നെയായിരിക്കും. അതൊരു ഉത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധം, ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്കൊരു ഉത്തരവാദിത്വ ബോധം, അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നമ്മൾ നിർഭയം മുമ്പോട്ട് പോകണം. അവിടെ ഭയം പിന്നെ ഒളിച്ചിട്ട് നമ്മളിതിനെ പരാതി പറയരുത്. എനിക്ക് പേടിയാണ് എന്ന് പറയുകയും ഞാൻ പരാതി കൊടുക്കാതെ തന്നെ നടപടി വേണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം നമുക്കില്ല. ഇല്ല. അപ്പോൾ സാർ ഇത് പറഞ്ഞല്ലോ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ താമസത്തിന് വേണ്ടി ഒരു വീട് നിർമ്മിക്കുന്നു. ആ നിയമം, അതായത് ഏത് തൊഴിലാളിയെ കൊണ്ട് അവിടെ കയറ്റിറക്ക് ജോലികൾ ചെയ്യിക്കണം എന്നുള്ളൊരു നിയമം കൊമേഴ്സ്യൽ പർപ്പസിന് അത് ബാധകമല്ല. കൊമേഴ്സ്യൽ പർപ്പസിന് കൃത്യമായും ബോർഡ് അംഗീകരിച്ച അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച തൊഴിലാളി തന്നെ ചെയ്യണം. കൊമേഴ്സ്യൽ പർപ്പസ്, വ്യാപാരാടിസ്ഥാനത്തിലുള്ള, ഇപ്പോൾ നിങ്ങളൊരു മോള് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് കിട്ടുന്നു, അവിടെ ജോലി ചെയ്യുവാൻ ഗവൺമെൻറ് അംഗീകാരമുള്ള തൊഴിലാളി തന്നെ ചെയ്യണം. കാരണം അവിടെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ തൊഴിലെടുക്കുന്ന സമയത്തുണ്ടാകുന്ന അപകടങ്ങളുണ്ടാകാം. പക്ഷേ അതിനൊക്കെ നിശ്ചിതമായ കൂലി നിരക്ക് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ അതിനപ്പുറത്തൊരു തുക കൊടുത്തതിന് ശേഷം എന്നിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ഫ്ലാറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ഷേമ ബോർഡിൽ ചെന്ന് പറഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കൊരു നമ്പർ തരും. നിങ്ങൾക്ക് ഈ വർക്ക് ഓർഡറിൻ്റെ ബുക്ക് അവർ തരും. നിങ്ങൾക്ക് നേരെ ഈ വർക്ക് ഓർഡർ മാത്രം എഴുതി വരെ ഏൽപ്പിച്ചാൽ മതി. ബാക്കി പൈസ അടയ്ക്കുന്ന ബോർഡിലാണ്. നിങ്ങൾ ഇവരുമായിട്ട് ക്യാഷ് ട്രാൻസാക്ഷനേ ഇല്ല. എത്ര സുഗമമായി നടക്കുന്നു പല സ്ഥലങ്ങളിലും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ കൊച്ചഫ് ചിറ്റലപ്പള്ളി V-Guardന്റെ അറിയാമല്ലോ, അത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ്. അതൊരു അഭിമാനകരമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അദ്ദേഹം പോലും ഈ തൊഴിലാളികളെ ഭയന്ന് അദ്ദേഹം നിർദ്ദേശിച്ച തൊഴിലാളികളെ മാറ്റിവെച്ച് സ്വയം ഇറക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അത് നാണക്കേടല്ലേ? അല്ല, അത് നാണക്കേടല്ല. അത് കൊച്ചഫ് സേഫ് ചിറ്റലപ്പള്ളി ചെയ്തത് നിയമലംഘനമാണ്. കൊച്ചഫ് സേഫ് ചിറ്റലപ്പള്ളി സാധനം സ്വയം ഇറക്കുവാൻ അവകാശമില്ല. കാരണം അത് വ്യാപാരാടിസ്ഥാനത്തിലുള്ള സാധനമാണ്, സ്വന്തം ആവശ്യത്തിനുള്ള അല്ല. ഈ വ്യാപാരാടിസ്ഥാനത്തിലുള്ള ഏതൊരു സാധനവും ഗവൺമെൻറ് അംഗീകൃത തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണ്. അത് അവർക്ക് കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അവിടെ കൂലി കൂടുതൽ വാങ്ങിച്ചാൽ തൊഴിൽ തർക്കമാണ്. അത് പരിഹരിക്കാൻ ലേബർ ഓഫീസർമാരുണ്ട്, വെൽഫെയർ ബോർഡ് ഓഫീസർമാരുണ്ട്. അവരെ ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. മറ്റേത് വൈകാരികമായ ഒരു പ്രകടനം മാത്രമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത് നിയമപരമായി തെറ്റാണ് പുള്ളി ചെയ്തത്. കാരണം ഈ വ്യാപാരാടിസ്ഥാനത്തിലുള്ളൊരു സാധനം ഇറക്കുവാൻ ഒരാളിനും അവകാശമില്ല. അത് തൊഴിലാളി തന്നെ ചെയ്യണം. ഗവൺമെൻറ് നിയമസഭ പാസ്സാക്കിയ ഒരു നിയമമല്ലേ, അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇപ്പോൾ പാലക്കാട് കുളപ്പുള്ളിയിൽ ഈ സിമൻറ്റ് വ്യാപാരിയുടെ സ്ഥാപനത്തിന് മുന്നിൽ നടക്കുന്ന സമരം നിയമ വിധേയമാണ്, അല്ലെങ്കിൽ അല്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൊഴിലാളികളുടെ തൊഴിൽ തർക്കമാണെങ്കിൽ
അത് ബോർഡിൻ്റെ പരിധിയിൽപ്പെട്ടതാണെങ്കിൽ ക്ഷേമ ബോർഡ് അത് പരിഹരിച്ചു കൊടുക്കും. അതല്ല ബോർഡ് അവിടെ പദ്ധതി പ്രഖ്യാപിക്കാത്ത സ്ഥലമാണെങ്കിൽ അവിടുത്തെ ALOയ്ക്ക് അത് ചെയ്യാം. ALOയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ DLOയ്ക്ക് അത് ചെയ്യാം, ജില്ലാ ലേബർ ഓഫീസർക്ക് അത് ചെയ്യാം. ഇതാണ് വിഷയം. അപ്പം അവിടെ ജോലി ചെയ്യേണ്ടത് അയാൾക്ക് സ്വന്തം തൊഴിലാളി ഉണ്ടാവും. ചിലർക്ക് അറ്റാച്ച്ഡ് വർക്കർ എന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങി, അയാൾ പറയണേ എനിക്ക് ഇത്ര ചുമട്ട് തൊഴിലാളി വേണം, എഴുതി കൊടുത്ത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത അയാൾക്ക് 5 തൊഴിലാളിയെ കൊടുത്താൽ 5 തൊഴിലാളിയെ കൊണ്ട് അയാൾക്ക് ജോലി ചെയ്യിപ്പിക്കുക. അതായത് തർക്കമില്ല. ആ 5 തൊഴിലാളിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി ഉണ്ടെങ്കിൽ വെളിയിൽ കൊടുത്താൽ മതി. പക്ഷേ ഈ അറ്റാച്ച്ഡ് തൊഴിലാളി പലരും വയ്ക്കില്ല. ഇത് ബാധ്യതയാണ്. അല്ല, കുളപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറ്റാച്ച്ഡ് തൊഴിലാളികളുണ്ട് എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്ഡ് തൊഴിലാളികൾക്ക് ചെയ്യാമെന്നുള്ള ജോലി. അപ്പോൾ ഇവിടെ പലയിടത്തും പറ്റുന്നൊരു അപകടം ഞാൻ പറഞ്ഞുതരാം. അറ്റാച്ച്ഡ് തൊഴിലാളി 5 പേരെ വയ്ക്കും. ഈ 5 പേർ പല കാലഘട്ടങ്ങളിലായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. ഈ 5 പേരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ യഥാർത്ഥ കാർഡില്ലാത്ത വേറെ 5 പേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അവിടെ തർക്കം വരും. അപ്പോൾ അവിടെ ചെയ്യുന്ന തൊഴിലാളിക്ക് കൃത്യമായ കാർഡുണ്ടെങ്കിൽ 2 തൊഴിലാളിയല്ലേ, അവർക്ക് ചെയ്യാൻ പറ്റും. അത് അവരാണെന്ന് ഉറപ്പ് വരുത്തണം. പക്ഷേ കുളപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഉത്തരവ്, അനുകൂല കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും തൊഴിലുടമയ്ക്ക് കോടതി വിധി പാലിക്കാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ടുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാകാത്തതാണോ? ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കൃത്യമായ നടപടി വരും. കാരണം കോടതി ഒരു നിർദ്ദേശം കൊടുത്താൽ പിന്നെ അവിടെ ന്യായം അന്യായം എന്ന ചോദ്യമില്ല. ആ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കോർട്ട് അലക്ഷ്യമാവും. കൃത്യമായ നടപടി വരും. യാതൊരു തർക്കമില്ല. 5 കൊല്ലം ഹെഡ് ലോഡ് വെൽഫെയർ ബോർഡ് ചെയർമാൻ ഇരുന്ന ആളാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഇത്രയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും എങ്ങനെയാണ് ആ ഒരു 5 കൊല്ലം അവിടെ തികച്ച് ആസ്വദിച്ചിരുന്നത്? സാധാരണ നിലയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മനോഭാവത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റിയ ഒരു മേഖലയല്ല ചുമട്ടുതൊഴിലാളി മേഖല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് സാമൂഹ്യ ബന്ധങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം ഇതിൻ്റെ 15 അംഗ കമ്മിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഈ 15 അംഗങ്ങളും, അത് ഞാനടക്കം 15ആണ്, 14 പേരും നമ്മെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് നമുക്കിത് ചെയ്തു പോകാൻ പറ്റിയത്. മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് അന്നത്തെ കാലത്ത് പറ്റിയിട്ടുണ്ട്. കാരണം ഡിമാൻഡ് ഇല്ലാതെ പോലെ അവർക്ക് ഇത് ആവശ്യമുണ്ട് എന്ന് തോന്നി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തല്ലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ തലോടുമ്പോൾ തല്ലും ഉണ്ടാവും. കാരണം നടപടി എടുക്കുന്ന കാര്യത്തിൽ അത് തൊഴിലുടമ തെറ്റ് ചെയ്താൽ തൊഴിലുടമയോടും തൊഴിലാളി തെറ്റ് ചെയ്താൽ തൊഴിലാളിയോടും നിയമപരമായ നടപടി കൃത്യമായി കൈക്കൊണ്ടുപോയ ഒരു വർഷമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ ബോർഡിലുള്ള എല്ലാ ആളുകളും ഇത് അംഗീകരിച്ച് പോയി എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്തു പോകാൻ പറ്റിയത്. കൃത്യമായി അതങ്ങനെ ചെയ്തു പോകാൻ പറ്റി. ഈ നടപടിക്ക് വിധേയരായ ആളുകൾക്ക് പോലും അറിയാം ഇത് നടപടി വരേണ്ട കേസാണെന്നുള്ളത്. കാരണം അത് ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഒരു ഇഷ്യൂമായി വരുന്ന ഒരു തൊഴിലാളി അയാളുടെ പേരിലൊരു നടപടി എടുത്താൽ എന്തുകൊണ്ട് നടപടി എടുത്തു എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊരു വലിയ കാര്യം. അതിനെന്ത് ചെയ്യണം? ബി എ ഹിയറർ. അയാൾ പറയുന്ന മൊത്തം നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. ഇത് പല ഓഫീസുകളിലും പറ്റുന്നൊരു അപകടം എന്താണെന്നറിയാം. ഓഫീസേഴ്സിന് നമ്മൾ പോയി പറഞ്ഞാൽ നമ്മൾ പറയണത് അവർ കേൾക്കില്ല. നിങ്ങൾ പറയാൻ നമ്മളൊക്കെ എനിക്കറിയാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതല്ല. ഇവരുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ കേട്ടതിന് ശേഷം ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് തന്നെ. അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളതാണ്. ചില വിഷയങ്ങൾ അവർ വലിയ വൈകാരികമായി വരും. വന്നിങ്ങനെ കൃത്യമായി സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, കേട്ടു, ഞാൻ ഇനി കുറേ കാര്യങ്ങൾ പറയട്ടെ. നിലവിലുള്ള നിയമപ്രകാരം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പം നടക്കൂല അല്ലേ സാർ? ചോദിക്കാൻ പറയാം, നടക്കൂല എന്നുള്ളതാണ് നിയമമെങ്കിലും നമുക്കൊരു ശ്രമം നടത്താം. ഈ കാര്യത്തിൽ കിട്ടുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു സ്പെഷ്യൽ സാങ്ഷനിൽ കിട്ടുമെങ്കിൽ വരട്ടെ. ചില ചികിത്സാ ആനുകൂല്യങ്ങളൊക്കെ നമ്മളങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉറപ്പില്ല, ചിലപ്പോൾ കിട്ടുമെങ്കിൽ കിട്ടും. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ നിയമപരമായി ഇത് കിട്ടാനില്ല എന്ന ബോധ്യപ്പെടുത്തൽ തന്നെ വലിയ കാര്യമാണ്. ഇത് ബോധ്യപ്പെടാതിരിക്കുമ്പോഴത്തേക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. എന്തുകൊണ്ട് ഇപ്പം അയാൾക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അയാൾക്ക് കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി അറിയാതിരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് കിട്ടിയത് ഇയാൾക്ക് വിഷയമാണ്. അപ്പോൾ ഇത് ബോധ്യപ്പെടുത്തലാണ് വലിയ കാര്യം. ഈ പല ഓഫീസുകളിലെയും പ്രശ്നങ്ങൾ ഇതാണ്. നമുക്കിത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വരുന്നു, കയറുന്നു, ഡോക്ടറെ കാണുന്നു, പോകുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ തോന്നി. അവസാനം ഞാൻ ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഞാൻ ഡോക്ടറോട് ആദ്യം രോഗം പറയുന്നതിന് മുമ്പ് ഞാൻ, ഡോക്ടർ ഒരു പരാതിയുണ്ട്, ഞങ്ങൾ ആദ്യമേ വന്ന് നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്നു, കാണുന്നു, പോകുന്നു. ഇത് നമ്മളെ മോശമാക്കുന്ന രീതിയല്ലേ?
അത് ഒഴിവാക്കേണ്ടതല്ലേ? ഇതിപ്പം അദ്ദേഹം ഒരല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് കാര്യം എന്നുള്ളത്, നിങ്ങളെക്കാൾ മുമ്പ് ആദ്യം വന്ന ആളുകളാണ്, അവർ പോയി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു, ടെസ്റ്റ് റിസൾട്ട് കൊണ്ടുവന്ന് പോകുന്നതാണ്. ഇപ്പം നിങ്ങളൊരു ടെസ്റ്റ് റിസൾട്ട് പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഇനി ഏറ്റവും അവസാനത്തെ ക്യൂവിൽ നിൽക്കണോ അതോ എന്ത് വേണോ? അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതാണ് എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയണം. ഈ പല ഓഫീസുകളിലും നടക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോധ്യപ്പെടുത്തൂല. ഇത് ഇവർക്കറിയാം, ഓഫീസുകാർക്കറിയാം, പക്ഷേ ഈ അഫക്റ്റഡ് പാർട്ടിക്ക് അറിയില്ല. അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ പല പ്രശ്നങ്ങളും തീർന്നു പോയത്. നടപടി എന്ന് പറഞ്ഞാൽ അത് എക്കായാലും ബിക്കായാലും സിക്കായാലും ഒരേ നടപടിയാണെങ്കിൽ ആൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ എക്ക് ഒരു നടപടിയും ബിക്ക് ഒരു നടപടിയും ഒരേ കുറ്റത്തിന് ചെയ്താൽ അവിടെ പ്രശ്നമാണ്. അത് വരരുത്. അങ്ങനെ നമ്മളൊരു ബയസ്ഡ് ആയിട്ടുള്ള തീരുമാനം എടുക്കാത്ത ആളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് സധൈര്യം ചെയ്ത് പോകാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. വളരെ ചാലയിലെ ഒരു തൊഴിലാളി സുഹൃത്ത്, അതായത് ഈ ചുമട്ട് തൊഴിലാളി സുഹൃത്ത് തന്നെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് ഈ ബോണസ് ഓണക്കാലം ആകുമ്പോൾ ബോണസൊക്കെ ലക്ഷക്കണക്കിന് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് സാർ അതിനെക്കുറിച്ച് അത് വ്യക്തത? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ മൊത്തം ഒരു വർഷം വാങ്ങിയ ശമ്പളത്തിൻ്റെ 10.33% ബോണസ്. അത് നല്ല ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ എന്നെക്കാൾ ശമ്പളം വാങ്ങുന്ന ചുമട്ട് തൊഴിലാളികളുണ്ടായിരുന്നു. ഒരു മാസവും ആ മാസം അത് റിക്കവറി കഴിഞ്ഞ് എന്നെക്കാൾ വാങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര വാങ്ങിയോ അതിൻ്റെ 10.33% കിട്ടും. അപ്പോൾ 2006 55,000 60,000 രൂപ മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ചുമട്ട് തൊഴിലാളികളുണ്ട്. 20 വർഷം മുമ്പ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ ആ ഒരു തുക വാങ്ങിക്കുന്ന ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് അത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് പൈസ കിട്ടുന്നത്. പറയണം. നിയമവിരുദ്ധമായിട്ട് ഈ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ വ്യാപാരികളിൽ നിന്ന് നിയമവിരുദ്ധമായി പണം പിരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു കാരണവശാലും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു വ്യാപാര സ്ഥാപനം പൈസ അടയ്ക്കുന്ന കൂട്ടത്തിൽ 25% +2 27% എക്സ്ട്രാ അടയ്ക്കുകയാണ്. അതെന്തിനാണ്? ഇവരുടെ ബോണസ് അടക്കം ഇവൻ്റെ ആനുകൂല്യങ്ങളടക്കം കിട്ടുന്നതിന് വേണ്ടി അടയ്ക്കുന്ന തുകയാണ്. ഇത് അടയ്ക്കുന്നതോടുകൂടി തൊഴിലാളിയുമായിട്ടുള്ള സകല ബാധ്യതയും തീരുകയാണ്. ബാക്കി ബാധ്യത ബോർഡിനുള്ളതാണ്. ബോർഡാണ് ചെയ്യേണ്ടത്. അതന്നെ. പിന്നെ ഇല്ലീഗലായിട്ട് ആരെങ്കിലും ചെന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കൊടുത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് കൊടുത്ത ആൾ വേണം പറയാൻ. അതെ. അല്ല, അതോടൊപ്പം തന്നെ 5 കൊല്ലം താങ്കൾ ആ സ്ഥാനത്ത് തുടർന്നു. മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കാൻ കഴിയും? ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയ 2 സംഭവങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ ഉടുപ്പി ലോഡ്ജ് തകർന്നു വീണത്. 2, നമ്മുടെ മിഠായി തെരുവ് കത്തിയത്. ഈ 2 സ്ഥലത്തും നമ്മൾ ഈ കുറ്റം പറയുന്ന തൊഴിലാളികളായിരുന്നു മുന്നിട്ടിറങ്ങി ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഉടുപ്പി ലോഡ്ജ് തകർന്നു വീണ് 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഒരു കമ്മിറ്റി അംഗം അജിത്ത് വിളിച്ച് പറയുമ്പോൾ വെറും ഒരു ഫോൺ കോൾ കൊണ്ട് തന്നെ 120 തൊഴിലാളികൾ അവിടെ എത്തി. അവരെ രക്ഷപ്പെടുത്തി. ചുമട്ട് തൊഴിലാളികളെത്തി. എന്നിട്ട് അതിൽ 55 പേരെ അകത്ത് പോലീസ് കടത്തിവിട്ടു. എല്ലാവരെയും കടത്തി വിട്ടില്ല, കാരണം അതും അപകടമാണ്. പക്ഷേ ഈ 55 പേർ ശരിക്കും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, 3 പേരെ ജീവനോടുകൂടി അതിൽ രക്ഷപ്പെടുത്തിയെടുത്തത് ഈ തൊഴിലാളികളാണ്. മിലിറ്ററി ക്യാമ്പിൽ നിന്ന് പട്ടാളക്കാർ വന്നതിന് ശേഷം ഡെഡ് ബോഡി എടുക്കാനേ പറ്റിയുള്ളൂ. പക്ഷെ അതിന് പോലും പട്ടാളക്കാരോടൊപ്പം നിന്ന് അത് പരിപൂർണമായി അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തത് ഈ ചുമട്ട് തൊഴിലാളിയാണ്. നിർഭാഗ്യവശാൽ ഒരു പത്രം പോലും ഈ ചുമട്ട് തൊഴിലാളിയുടെ ഈ ഒരു സേവനത്തെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ സേവനം നടത്തിയെന്നോ റിപ്പോർട്ട് ചെയ്തില്ല. അവസാനം ഈ 55 പേർക്കും ബോർഡ് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് അവർക്ക് ഒരു പാരിതോഷികം പ്രഖ്യാപിച്ച ഒരു ചടങ്ങ് വന്നപ്പോൾ മാത്രമാണ് പത്രക്കാർ എഴുതിയത്. അപ്പോൾ നമ്മൾ ഈ കുറ്റങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അവരുടെ മെച്ചപ്പെട്ട കാര്യങ്ങളും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പി അയ്യനേത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം കുമാരപുരത്ത് നിന്ന് നടന്നു പോകുന്ന വഴിക്ക് ഒരു സ്കൂട്ടർ കൊണ്ട് ഇടിച്ചിട്ടിട്ട് പോയി. അദ്ദേഹം റോഡിൽ വീണ് കിടക്കുകയുണ്ട്. കുമാരപുരത്തെ തൊഴിലാളി 3 പേര് അതിൽ പോയപ്പോൾ ആരോ വീണ് കിടക്കുന്നു. അവർക്ക് അയ്യനേത്തിനൊന്നും അറിയില്ല. ഇയാളെ എടുത്തുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്ന് 1.5 മണിക്കൂർ ഇട്ടിട്ടും ഒരാളും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ 3 പേരും ഇവർക്ക് ബ്ലഡ് കൊടുത്തു. പക്ഷേ എന്നിട്ടും ഈ താമസിച്ചതിൻ്റെ പേരിലോ ഇനി ആക്സിഡൻറ്റിൻ്റെ ആഘാതം കൊണ്ടോ എന്നറിയില്ല, അദ്ദേഹം മരണപ്പെട്ടു.
ഈ സംഭവം ബോർഡിൽ നമ്മൾ അറിയുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ ഈ തൊഴിലാളികളെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവരതൊരു സാധാരണ സംഭവമായിട്ടാണ് എടുത്തിട്ടുണ്ട്. ഇത് അവരവർ സംബന്ധിച്ച കാര്യമൊന്നുമല്ല, ഇത് അവർ സ്ഥിരം ചെയ്യുന്നതാണ്. ഇപ്പോൾ റോഡിൽ എവിടെയെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളെല്ലാം അപകടം നോക്കി പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു തൊഴിലാളി ഇടപെടും. അതായത് ഒരു ജംഗ്ഷനിൽ എപ്പോഴും അവരുടെ സാന്നിധ്യം കൊണ്ട് അവർ ഇടപെടും. അതിനുള്ള ആരോഗ്യമുണ്ട്, മനസ്സുമുണ്ട്. അല്ല, അങ്ങ് പറഞ്ഞത് പൂർത്തിയാക്കിയില്ല. അല്ല, ഇത് പറയാം. എന്നിട്ട് ഇവരെ അയ്യനേത്തിനെ കൊണ്ടുവന്ന് ഇത് മരണപ്പെട്ടു പോയെങ്കിലും ഇദ്ദേഹത്തെ അവസാനം ഈ 3 തൊഴിലാളിയും നമ്മുടെ മന്ത്രിയുടെ ചേംബറിൽ വിളിച്ച് ബോർഡും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇപ്പോഴാണ് SBI ആയി, അവരും കൂടി ചേർന്ന് ഇവർക്ക് പാരിതോഷികം പൈസയായും കൊടുത്തു, മെമ്മൻ്റോയും കൊടുത്തു. അതിൻ്റെ പ്രത്യേകത അവിടുത്തെ വ്യാപാരി വ്യവസായികൾ പിന്നീട് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ആ തൊഴിലാളികളുടെ പെരുമാറ്റത്തിൽ വളരെ മാറ്റം വന്നുകൊണ്ട്. എന്തുകൊണ്ടാണ്? ഒരു അംഗീകാരം ലഭിച്ചപ്പോൾ അവൻ ആ ലെവലിലേക്ക് ഉയർന്നു. നമ്മളും ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ചുമട്ട് തൊഴിലാളിയെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവൻ മഴയെന്നില്ല വെയിലെന്നില്ലാതെ അവൻ ജോലി ചെയ്യുന്നെങ്കിലും അവനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. മുൻവിധിയോടുകൂടി നമ്മളും പെരുമാറുന്നു, അവരും തിരിച്ചു. അവർക്കറിയാം 100 രൂപ കിട്ടണമെങ്കിൽ 500 ചോദിച്ചാലേ കിട്ടൂ എന്നൊരു ധാരണയിലാണ്. അതിന് വ്യക്തമായൊരു നിയതമായ ഒരു നിരക്ക് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഞാൻ ഇരുന്ന പീരീഡിലുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളിൽ 90% അവിടെ തീർന്നു. അല്ല, ഈ ഉടുപ്പി ലോഡ്ജിൽ ഇത്രയും പേര് വന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ് ഇവർക്ക് നമ്മൾ മന്ത്രി അടക്കമുള്ള ചടങ്ങ് വെച്ച് ഇവരെ ആദരിക്കുകയും അതിൻ്റെ ഒരു വീഡിയോ ഇവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോൾ മന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അന്ന് ചീഫ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു, ഇവർക്ക് കൊടുക്കുന്ന ഈ ആനുകൂല്യ തുക ബോർഡിൻ്റെ പൈസയായി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം അത് മാറ്റി ബോർഡ് അത് ഏറ്റെടുത്ത് ഗവൺമെൻറ് ചെലവിൽ തന്നെ അവർക്ക് അംഗീകാരം കൊടുക്കേണ്ടി വരും. ഈ 55 തൊഴിലാളികളും പിന്നീടുണ്ടായിട്ടുണ്ടല്ലോ, അവർക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റം. പാളയം മാർക്കറ്റിൽ നോക്കുകൂലി തിരികെ നൽകി. അതേ പാളയം മാർക്കറ്റ് ഇതുപോലെ ഒരു ആളിൻ്റെ നിന്ന് നോക്കുകൂലി വാങ്ങി. അപ്പോൾ തൊഴിലാളികൾ തന്നെ നമ്മുടെ തൊഴിലാളികൾ തന്നെയാണ് വാങ്ങിയത്. പക്ഷേ അവർ തന്നെ ഇടപെട്ടുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് തിരിച്ചു കൊടുക്കുകയും ബോർഡിൻ്റെ നേതൃത്വം നമ്മളവിടെ ചെന്ന് കേക്ക് വിതരണമൊക്കെ നടത്തി. കാരണം ഈ തിരിച്ചു കൊടുത്ത തൊഴിലാളിയാണ് എന്നുള്ള നിലയിൽ അത് അങ്ങനെയും ഉണ്ട് ചരിത്രം. പക്ഷേ ഇതൊന്നും വലിയ പബ്ലിസിറ്റി കിട്ടില്ല. പക്ഷേ നമ്മൾ കൂടുതൽ വാങ്ങുന്നതും മറ്റുമൊക്കെ നടപടി വരുന്നതല്ല. അത് അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ കുളപ്പുള്ളിയിൽ നടക്കുന്ന സമരം തന്നെ അവർ പറയുന്നത് തൊഴിൽ നിഷേധമെന്നാണ്. അതൊരിക്കലും തൊഴിൽ നിഷേധമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വരുമ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് എല്ലാ തൊഴിലാളികളും ഇതേ കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്നുള്ളത്. അത് അങ്ങനെ വരും, ജനറലൈസ് ചെയ്യും. ഒരു സംഭവം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഒരു DGP ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസ് സേനയിലുള്ള 50% ആളുകൾ ക്രിമിനൽസ് ആണെന്ന് പറയും. പോലീസ് വിടും, ഡോക്ടർമാരെ എടുക്കൂ, എൻജിനീയർമാരെ എടുക്കൂ, അധ്യാപകരെ എടുക്കൂ. ക്രിമിനൽ സ്വഭാവവും അഴിമതി ചെയ്യുന്നവരും എല്ലാ മേഖലയിലും ഉണ്ട്. അതൊരു ചിലയിടത്ത് 10 ആയിരിക്കും, ചിലയിടത്ത് 20 ആയിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. ജഡ്ജിമാരിൽ പോലും അഴിമതി ഉണ്ട് എന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ ചുമട്ടുതൊഴിലാളി മേഖലയിൽ മാത്രം ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നു. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവർ കോളേജ് കുട്ടികളെ പോലെ. കോളേജ് കുട്ടികൾ ഇൻഡിവിജ്വലി എല്ലാവരും നല്ലവരാണ്, പക്ഷെ ഇവർ കൂട്ടം ചേരുമ്പോൾ പ്രശ്നക്കാരാണ്. ഇപ്പോൾ എപ്പോഴും ഈ തൊഴിലെടുപ്പിക്കുന്നവൻ തനിച്ചാണ്, ഇവരൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഇതിനകത്ത് ചിലർ മോശപ്പെട്ട രീതിയിലും ചിലപ്പോൾ ഒരു കയ്യേറ്റ സ്വഭാവത്തിലൊക്കെ സംസാരിച്ചു വരും. അവിടെ പ്രൊവക്കേഷൻ വരും. ഇപ്പോൾ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നു. ആ ഓട്ടോറിക്ഷയിൽ 5-10 രൂപ നമ്മൾ പോകുമ്പോൾ 52 രൂപ നമ്മൾ 60 കൊടുക്കും, ബാക്കി വേണ്ടെന്ന് പറയുന്നത് ഇല്ലേ? അതേ സമയത്ത് ഇയാൾ വളരെ റാഷായിട്ടാണ് പെരുമാറിയാൽ 52 കഴിഞ്ഞിട്ട് 1 പൈസ അധികം കൊടുക്കില്ല. ആ 1 പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും. അതൊരു പെരുമാറ്റ പ്രശ്നമാണ്. ഈ ഒരു പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ബോർഡ് കൃത്യമായും ഇത് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചില സന്ദർഭങ്ങളിലില്ല. പക്ഷേ ഇപ്പോൾ പല ട്രേഡ് യൂണിയനുകളും അതിന് അനുകൂലിച്ചു കൊണ്ടുവരികയും അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇവർ മോശപ്പെട്ട രീതിയിൽ പെരുമാറി അവർ തന്നെ നടപടിയെടുക്കുന്ന സ്ഥിതി വന്നു. ചാലയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ലൊരു പ്രവണതയാണ്, അത് കൃത്യമായിട്ട് അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ സ്ത്രീകളും പെൺകുട്ടികളും
ഒരു പരിക്കും കൂടാതെ വീട്ടിൽ വന്ന് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ തൊഴിലാളിയുടെ ഒരു സംരക്ഷണമുണ്ട് നമ്മൾ കാണണം. തീർച്ചയായിട്ടും ഒരു വീട്ടിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ വഴി ചോദിക്കണം, നമ്മൾ ആരോട് ചോദിക്കും? ഇനി ഒന്നും വേണ്ട, നിങ്ങളൊരു ചരിത്രം എടുത്ത് ഒരു സർവേ എടുത്ത് നോക്കൂ. ചുമട്ട് തൊഴിലാളി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പെറ്റി തെഫ്റ്റ് ഒന്നും നടക്കില്ല, ചെറിയ ക്രിമിനൽ ഒന്നും നടക്കില്ല. എന്താ കാര്യം? അവരിടപെടും. ആളുകൾ പറയാം അവിടെ യൂണിയൻകാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പോകണ്ട ഇല്ലേ? അതെ. പിന്നെ ഒരു പെൺകുട്ടി ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ നമ്മളെന്ത് ചെയ്യും? നമുക്ക് അറിയാമെന്നുള്ള പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പാടാവും, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു പോകും. അതെ, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചുമട്ട് തൊഴിലാളി ഇടപെടും. അവൻ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചു. അത്രയ്ക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേന്മയുള്ള പ്രവർത്തനം നടത്തുന്നവരുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു പ്രശ്നം. ഈ ചുമട്ട് തൊഴിലാളികളെ ഇത്തരത്തിൽ മുതലെടുക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ചുമട്ട് തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും ഒരു രാഷ്ട്രീയ പിൻബലം ഉണ്ട്. അപ്പം അത് മുതലെടുക്കുകയാണോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചാൽ, കാരണം ദുഷ്പേര് മുഴുവൻ ഇവർക്കാണ്. ദുഷ്പേര് ഇവർക്ക് വരുന്നുണ്ട്, പല കാര്യങ്ങളിലും ദുഷ്പേര് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു 15 പേർ അല്ലെങ്കിൽ 30 പേരുള്ള ഒരു സ്ഥലത്ത് 2 പേർ മോശമായി പെരുമാറിയാലും നമ്മൾ പറയുന്നത് നമുക്ക് പേരില്ല, അവർക്ക് യൂണിയൻകാർ എന്നുള്ളൊരു ഇതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ, ഒരു സ്ഥാപനത്തിൽ ഒരു ഇഷ്യൂ വരുന്നു, ആ ഇഷ്യൂ ചെയ്ത ആളിൻ്റെ പേരല്ല ആദ്യം പുറത്ത് വരിക, ആദ്യം വരുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് അല്ലേ? ഇപ്പം യേശുദാസും ടീമും അമേരിക്കയിൽ പോകും, ഒരു സങ്കല്പമാണ്. പോകുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ച് സാക്ഷ്യ പാക്കറ്റ് സോപ്പ് ഈ ടീമിലെ ഒരാളെടുത്തു. ഈ ടീമിലെ ഒരാളിന് പേരില്ല, പേരുള്ള യേശുദാസിൻ്റെ കൂട്ടത്തിൽ ഒരാളെടുത്തു അല്ലേ? പേരാർക്കാണ് വരുന്നത്? ആദ്യം പേര് പോണതല്ലേ യേശുദാസിൻ്റെ. ആ ഒരു വിഷയം ഇതിനകത്തുണ്ട്. അപ്പം അവിടെ ഈ കുഴയുന്നത് ഈ മറ്റേ ആളെ ആദ്യം വരില്ല, രണ്ടാമതും വരില്ല, മൂന്നാമതും വരില്ല, കൂട്ടത്തിലുള്ള ഒരാൾ പക്ഷേ പുറത്തേ വരില്ല. പക്ഷെ മറ്റേ ആളുടെ പേര് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം തൊഴിലാളി കുഴപ്പമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മൊത്തം തൊഴിലാളി എന്ന് പറയുമ്പോൾ തന്നെ, തൊഴിലാളി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഈ മാധ്യമങ്ങൾ, നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അത് CIT ആണെന്ന് പറയും. തൊഴിലാളി എന്ന് പറയുന്നത് ഇപ്പം മലബാർ സൈഡിൽ അതിനൊരിക്കലും തെറ്റ് പറയാൻ കഴിയില്ല സാർ. കാരണം കണ്ണൂർ ശ്രീപോർക്കലി എന്ന് പറയുന്ന ഒരു സ്റ്റീൽ കമ്പനി, ഒരു സ്റ്റീൽ വ്യാപാര സ്ഥാപനം തുടങ്ങി. അതവിടുന്ന് വളരെ ക്രൂരമായിട്ടാണ് അവർ, കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിൻ്റെ ഉടമസ്ഥൻ്റെ സഹോദരനെ പോലും അവിടെ സ്ഥാപനത്തിനുള്ളിൽ കയറി മർദ്ദിച്ചു. ഒടുവിൽ അവിടെ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരെ വിരട്ടി അത് വാങ്ങാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്ത് ചെയ്തു? അവർ കേരള അതിർത്തി വിട്ട് കർണാടകയിലേക്ക് വ്യാപാര സ്ഥാപനം മാറ്റേണ്ട അവസ്ഥയുണ്ടായി. നമ്മൾ നോക്കുകൂലി വിഷയം ഏതെടുത്താലും 90% ഈ പറയുന്ന CIT തൊഴിലാളികളുടെ ഒരു സാന്നിധ്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാഞ്ഞിട്ടാണ്. ഏത് മേഖല എടുത്താലും പല തൊഴിലാളികൾ കൂടി, ഇപ്പോൾ ഒരു സ്ഥലത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കിയറിയാം, പല യൂണിഫോമിലായിരിക്കും ഇരിക്കുന്നത്. നീല കാണും, ചുവപ്പ് കാണും, ഓറഞ്ച് ഉണ്ട് അല്ലേ? പല രീതിയിലാണ്. പക്ഷെ എന്നാലും ഇത് പറയുമ്പോൾ ഇപ്പോൾ മലബാർ സൈഡിലൊക്കെ ഒരു സിഗരറ്റും 2 ചാർമിനാറും എന്ന് പറയും. ഈ സിഗരറ്റ് എന്ന് പറയുന്നത് സിസേഴ്സാണ്. പിന്നെ ഒരു ബിസ്ലേരി വാട്ടർ വേണമെന്ന് പറയും. അവർ വാങ്ങിക്കണത് ഗ്രീൻ പറ്റ വേറെ ഏതെങ്കിലും ആയിരിക്കും. പക്ഷേ ഇതൊക്കെയാണ് ഈ JCB എന്ന് പറയുമ്പോൾ, JCB എന്നുള്ളൊരു കമ്പനിയാണ്. അതായത് JCB എന്നാണ് പറയുന്നത്. ഇന്ന് പറഞ്ഞതുപോലെ ചുമട്ട് തൊഴിലാളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലേബൽ കിടക്കും. പക്ഷേ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ പുള്ളികളെ, പിടികിട്ടാത്ത ക്രിമിനൽ പുള്ളികളെ ശക്തൻ മാർക്കറ്റിലുള്ള തൊഴിലാളികൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് CIT-കാരാണ്. അതുപോലെ തന്നെ ഒരു ലേബർ കമ്മീഷണർ റോഡപകടത്തിൽ വീണ് കിടന്നു, ഇവർക്ക് ആരാണെന്നൊന്നും അറിയില്ല. ഇവർ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി, പിന്നീടാണ് അറിയുന്നത് ലേബർ കമ്മീഷണർ ആണെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൂടി ഇതിനകത്തുണ്ട്. അല്ല, ഒരുപക്ഷെ കൂടുതൽ സംഘടനാ ബലം അവർക്കുള്ളത് കൊണ്ടായിരിക്കും, ചിലപ്പം കൂടുതൽ പല സ്ഥലങ്ങളിലും കൂടുതൽ അംഗങ്ങൾ അവരായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. പക്ഷേ പല മാധ്യമങ്ങളും ചുമന്ന ഷർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. ചുമന്ന ഷർട്ട് യഥാർത്ഥ CIT-കാരുടേതല്ല. പക്ഷെ ആ രീതിയിലാണ് ഇപ്പോൾ മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഈ CIT-നെ മോശക്കാരാക്കാൻ വേണ്ടി ചുവന്ന ഷർട്ട് ഇട്ടിട്ടായിരിക്കും പടം കൊടുക്കുക. ചുവന്ന ഷർട്ട് ഇട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ CIT-കാരല്ല. നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്യലുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അംഗസംഖ്യ കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചത് കൊണ്ട് അതായിരിക്കും. താങ്കൾ പറഞ്ഞത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ 1-2 പേർ കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നത്. അതാണ്. പക്ഷേ മറ്റ് മേഖലയിൽ ചെയ്യുന്നില്ല. നമ്മൾ എഞ്ചിനീയർമാരിൽ കുഴപ്പക്കാരുണ്ട്. എല്ലാ എഞ്ചിനീയറും കുഴപ്പമാണെന്ന് നമ്മൾ പറയില്ല. ചുമട്ട് തൊഴിലാളിയെ പറയുമ്പോൾ ഇത് ഞാൻ പലരുടെയും ക്ലാസ്സിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്.
ചുമട്ട് തൊഴിലാളികളെ കുറിച്ചുള്ള ഒരു സർവേക്ക് വേണ്ടി ആരെങ്കിലും വന്നാൽ എത്ര ശതമാനം നിങ്ങൾക്ക് അനുകൂലമായി പറയുമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അനുകൂലമായിട്ട് ആരും പറയില്ല. ഈ ഒരു സ്റ്റിഗ്മ ഇവരുടെ മനസ്സിലുണ്ട്. അതുകൂടെ നമ്മൾ കാണണം. ഞങ്ങളെ സമൂഹം കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. കുമാരപുരത്തെ തൊഴിലാളിക്ക് അംഗീകാരം കിട്ടിയപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അവനെ അംഗീകരിച്ചാലുണ്ടായ മാറ്റമാണത്. അല്ല, തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഈ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക്, അതായത് യഥാർത്ഥത്തിൽ മീൻ വിൽപ്പന നടത്തുന്നവർ മുതൽ ഈ പറയുന്ന ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാർ, എല്ലാ മേഖലയിലുള്ളവർക്ക് അവർക്ക് ഒരു യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകളൊക്കെ 70-80 വയസ്സായ സ്ത്രീകൾ രാവിലെ 3:30-4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി 9 മണിക്കാണ് വീട്ടിൽ കയറുന്നത്. അതായത് അവരുടെ ഒരു വിശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണത്. അവർക്കൊന്നും ആരും പുരസ്കാരം കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ എഴുത്തുകാർക്ക്, പാട്ടുകാർക്ക്, സംഗീത എന്തിനാണ് ഈ പ്രകസനം? അതായത് വൻതോതിൽ പ്രതിഫലം പറ്റിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുന്നു അല്ലേ? അൺസങ് ഹീറോസ് മാറിയിരിക്കുന്നു. അല്ല, യഥാർത്ഥമാണ് സാർ. ഞാൻ ചോദിച്ചിട്ടെ, ഇവരൊന്നും ഇല്ലെങ്കിൽ, ഈ പറയുന്ന താഴേക്കിടയിലുള്ള അടിസ്ഥാന വർഗം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവുക? അത് എപ്പോഴും ഈ അംഗീകാരങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ ഈ പറയുന്നത് പോലെയാണ്. ഇപ്പോൾ സ്പോർട്സ് രംഗത്ത് നോക്കിയേ, ക്രിക്കറ്റിന് കിട്ടുന്ന ഒരു അംഗീകാരം മറ്റൊന്നിനും കൊടുക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുമാഴിക്കൂടെ പറഞ്ഞാൽ അത് കളിയല്ല, അത് കാര്യമാണ്. കാരണം കളി എന്നുള്ള പരമാവധി 90 മിനിറ്റൊക്കെയാണ്, അതിനപ്പുറത്തേക്ക് കളിയില്ല. എന്നിട്ട് പോലും അത് കൊടുക്കുന്നത് അതൊരു കീഴ്വഴക്കമോ രീതിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ആ അംഗീകാരം ഇവർക്ക് കൊടുത്താൽ അതിൻ്റേതായ മാറ്റം അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ജ്വാലയിൽ ഇത് വന്നപ്പോൾ കൃത്യമായിട്ടും അടുത്ത ഒരു ഇഷ്യൂ വരുമ്പോൾ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞിറങ്ങാൻ ആളുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരുപാട്, അതായത് വിവാഹ ധനസഹായം, ഇവരുടെ മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ സർക്കാരിൻ്റെതായിട്ടുള്ള ഈ ബോർഡിൻ്റെ ധനസഹായമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇതിനെക്കുറിച്ച് പലരും ഇതൊന്നും കൈപ്പറ്റുന്നില്ല എന്ന് കേൾക്കുന്നു? അത് അവർ അജ്ഞരായത് കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണ് അതിന്? അത് നല്ലൊരു ശതമാനം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇവർക്ക് തന്നെ ഈ തിരിച്ചടയ്ക്കേണ്ട രീതിയിലുള്ള വായ്പകൾ, അതായത് നോമിനലായിട്ടുള്ള ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള നോമിനൽ പലിശയ്ക്ക് കൊടുക്കുന്ന ലോണുകളുണ്ട്, ഗ്രാൻറ്റുകളുണ്ട്. ഇപ്പോൾ വിവാഹത്തിൽ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പെൺമക്കളുടെ വിവാഹം നടക്കുകയാണെങ്കിൽ അത് 15,000 രൂപ വരെ, അതിപ്പം 25 മറ്റേ ആക്കാൻ പോകുന്നുണ്ട്. അത് ഗ്രാൻറ്റാണ്, തിരിച്ചടയ്ക്കേണ്ട. ഈ പൈസ നമുക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ഒരു വിഷയമുണ്ട്, പല ആളുകളും ഇത് ക്ലെയിം ചെയ്യുന്നില്ല. ഒന്ന്, ഇത് അറിയാത്തതിൻ്റെ പേര്. രണ്ട്, ഇതറിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മകളാണ് ഈ കല്യാണം നടക്കുന്നത് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കൊടുക്കില്ലല്ലോ എവിടെയും. ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു ആനുകൂല്യം കിട്ടണമെങ്കിൽ വേണ്ടപ്പെട്ട സപ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ ഒരു വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങണം. ഇത് വാങ്ങാനുള്ള മടി കൊണ്ട് വാങ്ങിക്കാത്തവർ. യഥാർത്ഥത്തിൽ ഒരു വില്ലേജ് ഓഫീസറിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ എളുപ്പം ഇവർക്കാണ്. കാര്യം എന്താണ്? ഇവർക്ക് ട്രേഡ് യൂണിയൻ്റെ ഒരു സഹായവും പിൻബലവും ഉണ്ട്. അവരുടെ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ കിട്ടുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ്. അല്ല, ഇപ്പോഴതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ പിന്നെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ, അക്ഷയയിൽ പോയി അടച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഈ പോയി അടയ്ക്കുക എന്ന് പറയുന്ന കാര്യത്തിലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു മടിയൻ മനോഭാഗം ഉണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ സമഗ്രമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഇതിനേക്കാൾ പൈസ വേറെ കിട്ടും, ഇതിനായിട്ട് എന്തിനു പോകണം, ഇത് ഒരു 25,000 രൂപ അല്ലെങ്കിൽ വലിയ കാര്യമാണോ എന്നുള്ളത് കൊണ്ടാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങ് ഈ ക്ഷേമനിധി ബോർഡ് ചെയർമാനായിരുന്ന സമയത്ത് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു പ്രമുഖ വ്യാപാരിയെയും ഡ്രൈവറെയും ഒരു ചുമട്ടുതൊഴിലാളി മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നീട് ആ തൊഴിലാളി വലിയ രാഷ്ട്രീയ പിടിപാടുള്ള ആളായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. അതേക്കുറിച്ചൊന്ന് പറയാമോ? അതായത് അത് ഈ പറയുന്ന വ്യാപാരി കാറിൽ വരുന്ന സമയത്ത് ഈ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെയും പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹം പരാതി തന്നു. ഇത് നമ്മൾ ഇവിടെ ഓഫീസിൽ നിന്ന് നിയമപരമായ അന്വേഷണം നടത്തിയപ്പോൾ ഇത് ശരിയാണെന്ന് കണ്ട് നടപടിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ നടപടിയെടുത്തപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പൊളിറ്റിക്കലി സ്വാധീനമുള്ള ഒരാളായിരുന്നു ഈ തൊഴിലാളി മർദ്ദിച്ച ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലുള്ള നടപടി മുമ്പോട്ട് പോകില്ല എന്നൊരു ധാരണ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചുമട്ട് തൊഴിലാളി നിയമത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അറിയാത്തവരാണ് ഇത് വിചാരിച്ചത്. ചുമട്ട് തൊഴിലാളി നിയമത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്. ഇതിൽ 5 പേർ തൊഴിലാളി പ്രതിനിധികൾ, 5 പേർ തൊഴിലുടമ പ്രതിനിധികൾ, 5 പേർ ADM അടക്കം
അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അടക്കം ജില്ലാ ലേബർ ഓഫീസർ അടക്കമുള്ള 5 ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ 15 പേരുടെ കമ്മിറ്റിയാണിത്. ഈ കമ്മിറ്റി എടുക്കുന്ന ഒരു തീരുമാനത്തെ തള്ളിക്കൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഇനി അപ്പീൽ പോകാം. എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് ഇപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാനായിരിക്കുമല്ലോ നടപടി എടുക്കുക. ഈ ചെയർമാൻ എടുത്ത നടപടിക്കെതിരെ കമ്മിറ്റിക്ക് ഒരു അപ്പീൽ തരണം ആദ്യം. കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കോടതി പറ്റില്ല. ആദ്യം തീരുമാനം എടുക്കുന്നത് കമ്മിറ്റി അല്ലല്ലോ. ആദ്യം എടുക്കുന്നത് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, അവൻ്റെ കൺസീലിയേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ ചെയർമാനായിരിക്കും. ചെയർമാൻ എടുത്ത ഈ നടപടിക്കെതിരെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് കമ്മിറ്റിക്ക് ഒരു അപ്പീൽ തരാം. കാരണം എന്താ കാര്യം, തൊഴിലാളിക്കോ തൊഴിലുടമയ്ക്കോ ആണല്ലോ പരാതി. ഇവർ രണ്ടിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട് ഇല്ലേ? രണ്ടിൻ്റെ 5 പ്രതിനിധികളുണ്ട്. അപ്പോൾ അവർ വഴി പരാതി വരണം. ഈ പരാതി കമ്മിറ്റി പരിശോധിക്കണം. നിയമപരമായി ഇത് നിലനിൽക്കുന്നതാണോ, ഈ ചെയ്തതിനകത്ത് ബയസ്ഡ് ആണോ, അതോ നിയമരഹിതമാണോ? ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും? നിയമപരമായാണ് നടപടി എടുത്തെങ്കിൽ ഇത് ശരിയെന്നല്ലേ പറയാൻ പറ്റൂ. ശരിയെന്ന് പറഞ്ഞു, പിന്നെ മാത്രമേ ഇത് റിജക്റ്റ് ചെയ്താൽ മാത്രമേ കോടതി പോകാൻ പറ്റൂ. അപ്പോൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി ചെന്നാൽ ഹൈക്കോടതി എന്താ പരിശോധിക്കുന്നത്? നമ്മുടെ നിയമസഭ പാസ്സാക്കിയ നിയമം അനുസരിച്ചാണോ കാര്യങ്ങൾ നടന്നതെന്നാണ് നോക്കുന്നത്. അതാണെങ്കിൽ അതല്ല എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കാൻ കോടതിക്കും പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിയമപരമായി കൃത്യമായ ഒരു നടപടി എടുത്താൽ ആ നടപടിയിൽ നിന്ന് ഒരു തൊഴിലാളിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത്ര സ്ട്രോങ് ആണ് ഈ നിയമം. അത് കൃത്യമായി അതങ്ങോട്ട് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന നിയമമാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകൾ കൃത്യമായും നിയമപരമായും അതിൻ്റെ എന്താ പറയുന്നത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഇല്ലാതെ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അതിനാർക്കും ചോദ്യം ചെയ്യാം. അതായത് ഇത് ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നടപടി എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇറഗുലാരിറ്റി വന്നാൽ പോലും കോടതി തള്ളിക്കളയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എനിക്കൊരു ഡൊമസ്റ്റിക് എൻക്വയറി വേണം, നിങ്ങൾ ഈ ചെയ്തത് പോരാ, എനിക്കൊരു വക്കീലിനെ കൂടെ വെച്ച് വേണം, എനിക്ക് മറുപടിയൊക്കെ പറയാം. അപ്പോൾ ഇയാളുടെ നമ്മൾ വിളിച്ച് ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ആദ്യമൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞു പോയി, പക്ഷേ എനിക്കൊരു വക്കീലിനെ വെച്ച് വേണം അവരുടെ പറയാം, എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു പറയാം, എനിക്ക് വിദ്യാഭ്യാസം അത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വക്കീലിനുള്ള അവകാശം നമ്മൾ കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ കോടതി പറയും അയാളുടെ ഒരു അവകാശം നിങ്ങൾ, കാരണം എന്താ പറയുക, ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അയാൾ പ്രതിയല്ല, കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ അവസരവും നമ്മൾ കൊടുക്കണം. അവിടെ വൈകാരികതയ്ക്ക് പ്രാധാന്യമില്ല. ഒരു നടപടിയും വൈകാരിക, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നടപടി എടുത്ത ഒരാളാണ് ഞാൻ, പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഇഷ്ടപ്പെടുന്ന ഒരാളും ഞാനാണ്. കാരണം ഈ ചുമട്ടുതൊഴിലാളി മേഖലയിൽ 25 വർഷമായിട്ടും ഒരു ചെയർമാന് സെൻഡ് ഓഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കേ തന്നിട്ടുള്ളൂ, വേറെ ആർക്കും ഒരു കൊടുത്തിട്ടില്ല. അതെങ്ങനെയായിരുന്നു? അത് ജാലയിൽ വെച്ചായിരുന്നു. ഭയങ്കരമായ ഒരു പരിപാടിയായിരുന്നു. അത് പോകരുതെന്ന് അറിയാമെന്നുള്ള പലരും പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പോയി, വളരെ ഭംഗിയായി ആ ചടങ്ങ് നടന്നു എന്ന് മാത്രമല്ല, അന്ന് പിന്നെ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, എനിക്ക് സമ്മാനങ്ങളൊന്നും തരരുതെന്നും ഈ യാത്രയപ്പിൻ്റെ പേരിൽ പിരിവ് പാടില്ല എന്നും പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഒരു പാലിച്ചതിൻ്റെ പേരിലാണ് പോയത്. പക്ഷേ വളരെ സ്നേഹനിർഭരമായ രീതിയിലാണ് ഇത് ചെയ്തത്. ഒരു തൊഴിലുടമ വന്ന് ഒരു തോർത്തൻ്റെ തോളി കൊണ്ടിട്ടു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം അടച്ച കടകൾ വരെ തുറപ്പിച്ച് ഇവർ പോയി തോർത്തുകളുമായി ഏകദേശം 200ഓളം തോർത്തുകളുമായിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അതാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നും ഞാൻ ഇവിടെ കാണുമ്പോൾ ഞാൻ ഈ പുറത്താക്കിയ നടപടിക്ക് വിധേയരാക്കിയ ഒട്ടനവധി തൊഴിലാളികളുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഇപ്പോഴും കാണാറുണ്ട്. കൃത്യമായി അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു കുടുംബകാര്യങ്ങളടക്കം എന്നെ അറിയിക്കാറുണ്ട്. പലരുടെയും കല്യാണങ്ങളടക്കം നമ്മൾ അറിയിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ തമാശ ഞാൻ പറയാം, ഇവരുടെ പ്രോവിഡൻറ്റ് ഫണ്ടുണ്ട്. ഞങ്ങളിരുന്നപ്പോൾ ചെയ്തൊരു പരിപാടി, ഞാനാണ് ആദ്യമായി ഇവിടെ വന്ന് പറയും, തൊഴിലാളികൾ പെൻഷൻ പറ്റുമ്പോൾ ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. സർക്കാർ ഓഫീസിലൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾ അതുപോലെ എന്താ ചെയ്യാത്തത്, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ഈ സെൻഡ് ഓഫ് പരിപാടി നടന്ന സമയത്ത് ആദ്യമായിട്ട് നടക്കുന്ന പാപ്പനംകോടാണ്. ഞാനവിടെ ചെയ്തതെന്താ വെച്ചാൽ, ബോർഡിൽ തന്നെ നമുക്കൊരു പ്രൊവിഷനുണ്ട്, ഇവരുടെ പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ 90% നമുക്ക് വേണമെങ്കിൽ ആദ്യമേ കൊടുക്കാം. 10% പിടിച്ചിട്ടാൽ മതി, ഇയാളെ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പം നമ്മളിത് ചെയ്താൽ ഇതിൻ്റെ ചെക്ക് കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ അന്ന് അവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ 90% വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ പെൻഷൻ പറ്റുമ്പോൾ എൻ്റെ പ്രോവിഡൻറ്റ് ഫണ്ട് എനിക്കിങ്ങനെ കിട്ടില്ല, ഇത് കഴിഞ്ഞതിന് ശേഷമേ കിട്ടൂ. അപ്പോൾ ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് ആര് സൗജന്യമായി തരുന്നല്ല, നിങ്ങളുടെ അവകാശമാണ്, അത് ചുമട്ടുതൊഴിലാളിക്ക് മാത്രമുള്ളതാണ് എന്ന് അത് കാലങ്ങളായി ഇങ്ങനെ പിന്തുടർന്ന് വരികയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ
അതിൻ്റെ ഇടയിൽ അത് അവരുടെ ഒരൊറ്റ ആനുകൂല്യങ്ങൾ പോലും ഒരു ദിവസം താമസിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. പല തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അപേക്ഷ പുറത്തിന് താഴെ ഒപ്പിട്ടിട്ട് പോകും. ബാക്കി പൂരിപ്പിക്കേണ്ടതൊക്കെ ഓഫീസിലുള്ളവർ ചെയ്യണം. അപ്പോൾ ഓഫീസിലുള്ളവർ ആദ്യമൊക്കെ ഇത് വൈമനസ്യം പറഞ്ഞെങ്കിലും പിന്നെ ഒരു ടീമായിട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോലി കൂടും, ആനുകൂല്യങ്ങൾ കൂടുതൽ. ക്ലാസ്സുകളെടുത്ത് ബോധവാന്മാരാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, അവരൊരുപാട് ആനുകൂല്യങ്ങൾക്ക് ഇങ്ങോട്ട് വരും അറിഞ്ഞു കഴിഞ്ഞാൽ. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായ ഒരു സ്നേഹം നമ്മോടും ഉണ്ടാവും. അതാണല്ലോ ക്ഷേമ ബോർഡാണല്ലോ, അല്ല തൊഴിലാളി ദ്രോഹ ബോർഡല്ലല്ലോ, ക്ഷേമ ബോർഡാണ്. പക്ഷേ എനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്ത ആളുകളുണ്ട്, എന്നെ ഘേരവ് ചെയ്തിട്ടുണ്ട്. എന്നെ ഘേരവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇട്ട ഉത്തരവ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ ഇങ്ങനെ ഓഫീസിൽ വന്ന് എല്ലാ ആളിലും കൂടെ വളഞ്ഞു വെച്ച് ഇരുന്നു. അപ്പോൾ ഞാനും ഈ സർവീസ് സംഘടന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഘേരാവുകൾ ചെയ്തിട്ടുള്ള ആളുമാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം ഒരു ഘേരാവ് ഏതറ്റം വരെ പോകുമെന്നൊക്കെ ഉള്ളു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു, ഈ ഉത്തരവ് കോടതി നിർദ്ദേശപ്രകാരം ഞാൻ ഇട്ട ഉത്തരവാണ്. ഇത് നിങ്ങൾക്ക് കോടതി ചോദ്യം ചെയ്യാം. ഈ ഉത്തരവ് ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷം ഘേരാവ് ചെയ്താലും ഞാനായിട്ട് മാറ്റില്ല. ഇനി നിങ്ങൾക്ക് എന്നെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുപോകണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരാൾ പ്രൊവക്കേറ്റഡായിട്ട് പറഞ്ഞു, അപ്പോൾ ശരീരം നൊന്താൽ മാറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എല്ലാവരും ശരീരവും നോക്കുന്ന ശരീരമാണല്ലോ. എല്ലാവരും ശരീരവും നോക്കുന്ന ശരീരമാണ്. അപ്പോൾ ശരീരം നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ജോലി, എൻ്റെ നിയമപരമായ ജോലി എനിക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരൊറ്റ ദിവസം ഏകദേശം ഉച്ചവരെ കൊണ്ട് ആ സമരം തീർന്നു എന്ന് മാത്രമല്ല, പിന്നെ ആ സമരം മുമ്പോട്ട് പോയിട്ട് പോലുമില്ല. കാരണം പോകാൻ പറ്റില്ല. കാരണം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഇറക്കിയൊരു ഉത്തരവാണ്. ആ ഉത്തരവ് ബൈ ഫോഴ്സിൽ മാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല. ഇല്ല, അങ്ങനെ അല്ല സാർ. അത് ഇപ്പോൾ നമുക്കറിയാം പല ഉദ്യോഗസ്ഥന്മാരും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരും, അതായത് നമ്മുടെ ജേക്കബ് തോമസും സിസ തോമസും അടക്കമുള്ളവർ ഇപ്പോഴും ആനുകൂല്യങ്ങൾ കിട്ടാതെ, അതായത് ഈ സർവീസിലിരിക്കുമ്പോൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കാർക്കെതിരെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാത്തവർ പലരും വിരമിച്ചതിനു ശേഷം ഇത്തരം ആനുകൂല്യങ്ങൾക്കായത് ഇപ്പോഴും വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. കോടതി വിധി പോലും അല്ലല്ല, കോടതി വിധി അവിടെ അങ്ങനെ പറയരുത്. കോടതി വിധി വന്നാൽ ഇത് കൊടുത്തേ പറ്റൂ. അല്ല, കോടതി വിധി വന്നിട്ടുണ്ട്, ട്രിബ്യൂണൽ വിധിച്ചിട്ടില്ല. അതിനകത്ത് ട്രിബ്യൂണൽ വിധി വന്നു കഴിഞ്ഞാൽ അപ്പീൽ പോകാം. അതെ, അത്രയും വൈകിപ്പിക്കുമ്പോൾ അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു പാഠമാവുകയാണ്. അവിടെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വരുന്നത് കൊണ്ട് ഞാനൊരു അന്യായത്തിന് കൂട്ടി നിൽക്കണം എന്ന് നമ്മൾ കരുതണമോ? ഇത് വന്നാലും ഞാൻ ന്യായമേ ചെയ്യും. ന്യായം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ എത്ര പേർ ചിന്തിക്കും? കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആയിരുന്നാലും അവർക്കൊരു കണക്ക് കൂട്ടലുണ്ട്. അവരുടെ കുട്ടികളുടെ പഠനം, അതുപോലെ അവരുടെ വീട്ടു ചെലവുകൾ, ഹൗസിംഗ് ലോണ്, വാഹന ലോണ്, മറ്റ് ചെലവുകളൊക്കെ അവർക്ക് കണക്കൂട്ടലുണ്ട്. അപ്പം മാസം തോറും കിട്ടുന്ന ഈ ശമ്പളത്തിനെ അധിഷ്ഠിതമാക്കിയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലൊരു സസ്പെൻഷനോ അതുപോലെ എന്തെങ്കിലും നടപടികളോ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതക്രമം ആകെ താളം തെറ്റും. അപ്പോൾ അതിന് ഉത്തരവാദി ഈ ഭരണകൂടമല്ലേ? അവിടെ എന്താ അറിയോ, ഒരു കാര്യം ഞാൻ പറയാം, അത് ശരിയാണ്. ചില സമയങ്ങളിൽ ചിലപ്പോൾ വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെ ചെയ്തേക്കാം. നമുക്ക് ഒരു സർക്കാരിന് പെൻഷൻ പറ്റിയ ഒരാളിൽ നിന്ന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, DCRG. DCRG അല്ലാതെ വേറൊന്നും പെൻഷൻ തടയാൻ പറ്റില്ല. പെൻഷൻ കൊടുത്തേ പറ്റും. നിങ്ങളുടെ മറ്റേ LPC അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തരും. പിന്നെ നിങ്ങളുടെ DCRG തരുന്നത് അൺനെസസറി ഡിലേ ആണെങ്കിൽ നിങ്ങൾ ഏതൊരു ബാങ്കിൽ കൊണ്ടിട്ടാൽ കിട്ടുന്നതിൻ്റെയും മുകളിൽ ഒരു പലിശയോടുകൂടി അത് കൃത്യമായി നമുക്ക് തിരിച്ചു. ഈ നിയമ നടപടികൾക്കൊക്കെ ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അത്രയും പലിശയോടുകൂടി നിങ്ങൾക്ക് തിരിച്ചിട്ട് ആയിക്കോട്ടെ. പക്ഷേ ഈ നീണ്ട കാലയളവിൽ ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളില്ലായിരിക്കാം. ചിലപ്പം വരാം. കാരണം ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ മനഃപൂർവ്വം ദ്രോഹിച്ചെന്നൊക്കെ ഇരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം ഭയന്നുകൊണ്ട് ഞാൻ ചെയ്യാതെ, നമുക്കൊരു മനസാക്ഷിയില്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നിയമരഹിതമായതുകൊണ്ട് എനിക്ക് എൻ്റെ ആനുകൂല്യം കിട്ടി എന്ന് പറയുന്നതിൽ സന്തോഷം അടയുന്നവർക്ക് ചെയ്യാം. പക്ഷെ അതല്ല, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ നിയമത്തോടൊപ്പമാണ്, ഞാൻ നിയമത്തെ മാനിക്കുന്നു എന്നും വിചാരിക്കാം. ഇതിൽ ഏത് വേണമെന്നുള്ളത് എപ്പോഴും അതിനൊരു പ്രിയോറിറ്റി രണ്ടാമതേ വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും അങ്ങനെ വരാം. ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സംഘടനകളുണ്ട്. അപ്പോൾ ആ ഒറ്റ സംഘടന പോരെ എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ഈ കക്ഷി തിരിച്ചിട്ടുള്ള ഒരു സംഘടന? കാരണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾ ഇത്തരത്തിൽ നേടിയെടുക്കാനാണെങ്കിൽ ഈ സംഘടന ഏതെങ്കിലും ഒരു സംഘടന പോലെ. സാറ് ഈ ഒരു സ്ഥാനത്തിരുന്ന ആളാണ്, പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ വീക്ഷണമാണ്.
അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഒന്നിലധികം സംഘടന ഉണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരന് വേണ്ടിയാണല്ലോ. ഇപ്പോൾ സാംസ്കാരിക സംഘടനകൾ ഒന്ന് പോരെ അങ്ങനെയാണെങ്കിൽ. ഞാൻ പറഞ്ഞത് സാംസ്കാരിക സംഘടനകൾ എത്ര വന്നാലും നല്ലതാണ്. സാംസ്കാരിക സംഘടനകൾ പോലെ അല്ലല്ലോ ഇതും അങ്ങനെയാണ്. സർക്കാർ ജീവനക്കാരന് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നല്ലതാണ്, ഇരിക്കട്ടെ. അല്ല, കേരളത്തിലെ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ, ഈ സർക്കാർ ജീവനക്കാരെല്ലാവരും കൂടി ഒരുമിച്ച്, ഉദാഹരണത്തിന് ഞാൻ രാഷ്ട്രീയം പറയുകയില്ല, എന്നാൽ പോലും സാലറി ചലഞ്ച്, ഈ സാലറി ചലഞ്ച് ആദ്യം മയത്തിലായിരുന്നു, പിന്നീട് ഒരു ഭീഷണിയുടെ വക്കിലെത്തി, അപ്പോൾ കൊടുക്കാൻ നിർബന്ധിതരായി. ഈ പറഞ്ഞ വാഗ്ദാനം ചെയ്ത സമയത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല, അത് പിന്നെ PF ലയിപ്പിക്കുമെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എന്തായാലും ഇവർക്ക് ഈ പണം കിട്ടിയിട്ട് വേണം ഇവരുടേതായ കാര്യങ്ങൾ നിൽക്കാൻ. ഇപ്പോൾ ഒരു വലിയ, നമുക്കിപ്പോൾ കുടുംബത്തിൽ ആസ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു പക്ഷേ അത് വിഷയം വരില്ല. പക്ഷേ ഒരു ക്ലാസ് 4 ജീവനക്കാരനോ അതിന് ആ ഒരു ഇടത്തരക്കാരനോ ഒക്കെ ആണെങ്കിൽ സാലറി ചലഞ്ച് കമ്പൽസറി ആക്കിയില്ല. അല്ല, അത് ആദ്യത്തെ തവണ കമ്പൽസറി ആക്കി, രണ്ടാമത്തെ തവണ അത് അതേനല്ല. ആദ്യത്തെ വന്നപ്പോൾ പോലും അത് കോടതി പോയപ്പോൾ ചലഞ്ചായി. കാരണം അത് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല. ഒരാളിൻ്റെ ജോലിക്കൂലി നിർബന്ധമായി പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അത് കോടതി പോയാലും മാറിപ്പോകും. അവിടെയും യൂണിയൻകാർ ഇടപെട്ടു, സംഘടന. അത് കുറേ പേര് അനുകൂലിക്കും, കുറേ പേര് പ്രതികൂലിക്കും. അതൊക്കെ പൊളിറ്റിക്കൽ മോട്ടിവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കാം. അത് നമ്മുടെ ഒരു ജനറൽ സെറ്റപ്പിൻ്റെ ഒരു കാര്യം. കാരണം അത് ഒരു പരിധിവരെ ഒരു ദുഷ്പ്രവണതയല്ലേ? ദുഷ്പ്രവണതയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നാടിനൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാമെന്നൊരാൾ വിചാരിച്ചാൽ കൊടുക്കട്ടെ, അതെ, അനന്ത കുഴപ്പമില്ലല്ലോ. അത് ചെയ്യണ്ടേ? ചെയ്യാം. സമൂഹ ജീവി എന്നുള്ള നിലയിൽ നാട്ടിൻ്റെ ഒരു പ്രശ്നത്തിൽ എനിക്കുള്ള സഹകരിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ അത് നമ്മൾ ഉത്സാഹപ്പെടുന്നുണ്ട്, ചെയ്യണമല്ലോ. അതിൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണെങ്കിൽ പോലും ആയിക്കോട്ടെ, വ്യക്തിപരമായ കാര്യമാണ്. നിർബന്ധിക്കും കഴിഞ്ഞാൽ കോടതിയൊക്കെ ഇടപെടും. കാരണം വെച്ചാൽ ഒരാളിൻ്റെ സേവനത്തിന് നൽകുന്ന ഒരു കൂലിയിൽ നിന്ന് നിർബന്ധമായി പിടിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കില്ല. അത് കൃത്യമായിട്ട് വരും. അത് അറിഞ്ഞുകൊണ്ടാണ് കോടതി രണ്ടാമത് ഉത്തരവ് മാറ്റിയതുമൊക്കെ. അതങ്ങനെയാണ്. അത് നമ്മളങ്ങനെ എടുത്താൽ മതി. അതായത് കാട്ടാക്കടയിലൊരു ഓഫീസുണ്ട്, പാലോട്ടൊരു ഓഫീസുണ്ട്, വെഞ്ഞാറമുട്ടിലൊരു ഓഫീസുണ്ട്, കഴക്കൂട്ടത്തൊരു ഓഫീസുണ്ട്, വർക്കലയിലൊരു ഓഫീസുണ്ട്, നെയ്യാറ്റിൻകരയിലൊരു ഓഫീസുണ്ട്. അപ്പോൾ ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾ ചെന്ന് പറയുവാൻ ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ ഓരോ ഓഫീസുകളുണ്ട്. ഇതിനൊക്കെ പുറമെ എല്ലാ മേഖലയ്ക്കും ബന്ധപ്പെട്ട ALOമാരുണ്ട്, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുണ്ട്. ഇപ്പോൾ ഇവിടെ എങ്ങും പോയി പരിഹരിക്കാതെ നേരിട്ട് ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നമെന്ന് പറയാതെ നമ്മൾ ചെയ്യേണ്ടത് നിയമപരമായി ഈ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇവരുമായിട്ടുള്ള പ്രശ്നമില്ല, നിയമപരമായി കൊടുക്കേണ്ട തുക മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അത് കൃത്യമായി ചെയ്തു പോകാനും നമുക്ക് പറ്റും. ഇത് ചെയ്യുവാനുള്ള മടിയാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്വം പൗരൻ എന്നുള്ള നിലയിൽ ഗവൺമെൻറ് സംവിധാനത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മളൊരു ശ്രമം നടത്തണം. അതും കൂടെ നടത്താതിരുന്നിട്ട് നമ്മൾ ഇപ്പോൾ കുഴപ്പമാണെന്ന് പറഞ്ഞില്ല, അർത്ഥമില്ല. അപ്പം തൊഴിലാളിക്കും ബലം പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന കുഴപ്പക്കാരനായ തൊഴിലാളിക്കും അവൻ്റെ ഓഫീസിൽ നിന്ന് പറയുമ്പോൾ നിയമത്തിന് അപ്പുറത്ത് അവർക്കും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് ഇന്ന് ഈ പറയുന്ന പല കാര്യങ്ങളിലും ജനങ്ങളും പൊതുജനങ്ങളും അജ്ഞരാണ്, തൊഴിലാളികളും അജ്ഞരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം. ആ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറുന്നതേ ഉള്ളൂ. പിന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആവശ്യത്തിനുള്ള ഒരു കാര്യത്തിനും ചുമട്ടുതൊഴിലാളി നിയമം ബാധകമേ അല്ല. ഈ ഒരു ബോധ്യം തൊഴിലാളിക്കും ഉണ്ടാകണം, മറ്റേ ഈ ജോലി കൊടുക്കുന്ന ആളിനും ഉണ്ടാവണം. എന്തായാലും ഇത് വളരെ വിലപ്പെട്ട ഒരു വിവരമായിരിക്കും നിങ്ങൾക്കൊക്കെ. കാരണം നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ പോലും നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്, മറ്റുള്ള ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നില്ല. ഇത് പൊതുജനങ്ങളും ഈ പറയുന്ന ചുമട്ടുതൊഴിലാളികളും എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇതിനൊരു മാറ്റം വരണം. മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം.